സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം, അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം, നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി, വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വത്यै നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട്, തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ, ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. തുഷ്ടാഃ പ്രയച്ഛന്തി സമസ്തകാമാൻ, ഹോമാവസാനേ ഹുതഭുക് ശ്രീഹരിശ്ച. രാജൻ മഹന്മരുതാം ജന്മപുണ്യം, ദിദേർഹൃദം ചാഭിഹിതം മഹത്തേ. സദസ്സിൽ എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യങ്ങള് ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള സതുദ്ദേശത്തോടുകൂടി ശ്രീമദ് ഭാഗവത സത്രം ആരംഭിച്ചപ്പോൾ 14ാമത്തെ തത്വസമീക്ഷാ സത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഓരോ വർഷവും കൂടുതൽ കൂടുതൽ പ്രൗഢിയോടെ അതിന്റെ മാനത്തിൽ എത്തിക്കാനായിട്ട് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജിന്റെ പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് പറയാൻ പോകുന്നതായ മരുതുത്പത്തി പുംസവന വ്രതം എന്ന വിഷയം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കട്ടെ. ഈ നൈമിഷാരണ്യ വേദിയിൽ വന്ന് ഭഗവത് സ്മരണയോടുകൂടി എന്തെങ്കിലും പറയാൻ കഴിയുന്നത് തന്നെ ഒരു ഭഗവത് നിയോഗമായിട്ട് കരുതുന്നു. സാധാരണ പറയാറുണ്ട്, കണശ കണശൈവ വിദ്യാം അർത്ഥം ച സാധയേത്. ഒറ്റടിക്ക് വിദ്യ പിടിച്ചു ഒഴുകാൻ പറ്റില്ല. അതുപോലെ പണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ വിചാരത്തിൽ പെട്ടെന്ന് ധനികനാകാൻ എന്നുള്ള പുറപ്പാടാണ്. സാധ്യമല്ല എന്ന് പറയണേ. കണശ കണശൈവ, അല്പമായിട്ട് മാത്രമേ വിദ്യയായാലും സമ്പത്തായാലും നേടാൻ കഴിയൂ. അതിനെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാവുകയുമുള്ളൂ. അതുപോലെ തന്നെ ഈ തത്വകഥ കഥനം അല്ലെങ്കിൽ ഈ തത്വകഥ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഈ ശ്രവണം അല്പാൽപമായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയാൽ അവരുടെ ഹൃദയത്തിലെ ആശയം പ്രവഹിച്ച് അവരുടെ മനസ്സ് പതുക്കെ ശുദ്ധമായി തീരും. അല്ലെ? എല്ലാത്തിനും കാലം വേണം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റി മറിച്ചേക്കാന്നൊന്നും പറഞ്ഞാൽ സാധ്യമല്ല എന്ന് പറയാണ്. അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. അല്ലെ? വെള്ളത്തില് തുള്ളിയായിട്ട് പാലൊഴിക്കുമ്പോ ആ പാല് വെള്ളത്തിന്റെ നിറം മാറ്റി തന്റെ ഗുണങ്ങള് മുഴുവൻ പാൽ ആർക്ക് കൊടുക്കും? വെള്ളത്തിന് കൊടുക്കും. ഈ വെള്ളത്തിനോടുള്ള സൗഹൃദം പാലൊരിക്കലും കളയില്ലത്രേ. പറയാറുണ്ട്, എന്താണ്? ക്ഷീരോദേ ആത്മകരോദകേന. വെള്ളത്തില് പാലും വെള്ളവും കൂടി തിളപ്പിക്കാൻ വെച്ചു കഴിഞ്ഞാല് ആദ്യം വെള്ളമാണ് ആവിയായിട്ട് പോകുക. അല്ലെ? പാല് പൊന്തി വരില്ല. നമുക്കറിയാം. നമ്മൾ പണ്ടത്തെ അമ്മമാര് പറയും, പാലില് വെള്ളം ചേർത്തിണ്ടോന്ന് അറിയാൻ അടുപ്പത്ത് വെച്ച് നോക്കിയാൽ മതി. അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? വെള്ളം തിളച്ച് ആദ്യം ആവിയായിട്ട് പോകും.
അവസാനം ഈ പാല് ആവിയായിട്ട് പോകുന്ന വെള്ളത്തിനെ കാണുമ്പോൾ താൻ സുഹൃത്തായിട്ട് സ്വീകരിച്ച ഈ വെള്ളത്തിന് ആപത്ത് പറ്റിയല്ലോ എന്നുള്ള ഒരു ത്വരയുണ്ടാവും അത്രയാർക്ക് പാലിന്. അപ്പൊ പാലെന്ത് ചെയ്യിച്ചാല് വേഗം പൊങ്ങി അടുപ്പത്തേക്ക് ചാടാനായിട്ട് പുറപ്പെടും. ആ സമയത്ത് വെള്ളം പറയും, ഞാനുണ്ടെന്ന് എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് കുറച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി, ആ പാല് വീണ്ടും കെട്ടടങ്ങും. ഇതുപോലെ ആയിരിക്കണം എന്ന്. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഒന്നും നേടാൻ സാധിക്കില്ല. നേടിയെടുക്കുന്നത് സുദൃഢമായി തീരണം എന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് ഈ തത്വകഥ കൊണ്ട് സാധിക്കുന്നതും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് നടത്തുകയാണ് ഇപ്പോൾ. അങ്ങനെയുള്ളതായ ഈ സത്രവേദിയില് എനിക്ക് ഷഷ്ഠസ്കന്ധത്തിലെ 18ഉം 19ഉം അധ്യായങ്ങളാണ് അവതരിപ്പിക്കാനായിട്ടുള്ളത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഭഗവത് സ്വരൂപമാണ്, അല്ലെ? പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ്. ശ്രീകൃഷ്ണൻ തന്നെ പ്രത്യക്ഷമായിട്ട് രൂപമെടുത്തതാണ് ഭാഗവതം. ഭാഗവതത്തില് 12 സ്കന്ധങ്ങളാണ് ഉള്ളത്. ഇതിനെ ഭഗവത് സ്വരൂപമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. 1-ാമത്തെ സ്കന്ധം ഭഗവാന്റെ പാദങ്ങളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. മുഖമാണ് ദശമം, അല്ലെ? ഉത്തമാംഗമാണ് ഏകാദശം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിലെ 6-ാം സ്കന്ധം, അതായത് ഷഷ്ഠസ്കന്ധം ഭഗവാന്റെ ഹൃദയമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹൃദയസ്ഥാനത്തിലാണ് കൽപ്പിക്കപ്പെടുന്നത്. നമ്മൾ എന്താ ഈ സംസാര ചക്രത്തിൽ കടന്ന് കുടുങ്ങാൻ കാരണം? കർമ്മങ്ങളാണ് നമ്മളെ ഈ സംസാര ചക്രത്തിലിട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ പുണ്യമാകാം, ചിലപ്പോൾ പാപമാകാം. അറിഞ്ഞും ചെയ്യാം, അറിയാതെയും ചെയ്യാം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഗുണദോഷമയമാണ്. ഗുണവും ദോഷവും നിറഞ്ഞ ലോകത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദോഷങ്ങൾ ചെയ്തു പോയേക്കാം. അറിഞ്ഞു ചെയ്യുന്നവർ കുറെ ഉണ്ട്, അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകും. അതുകൊണ്ട് നമുക്ക് കുറെ പാപങ്ങൾ വരും. അറിഞ്ഞുകൊണ്ട് നമ്മൾ കുറെ പുണ്യങ്ങളും ചെയ്യും, അതുകൊണ്ട് പുണ്യവും ഉണ്ടാകും. ഈ പുണ്യപാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരുന്നു. പുണ്യം ചെയ്തവൻ പുണ്യയോനിയിൽ ജനിക്കും, പാപം ചെയ്തവൻ പാപയോനിയിൽ ജനിക്കും. ഏതായാലും ഈ സംസാര ചക്രം എന്നുള്ളത് പറയുന്നത് തന്നെ കറക്കിക്കൊണ്ടിരിക്കുന്നത് കർമ്മമാണെന്ന് സങ്കല്പം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അതുകൊണ്ട് പുണ്യകർമ്മങ്ങളാണ് സുഖം അനുഭവിക്കുവാനും അതുപോലെ തന്നെ സത്യമാർഗത്തിനും വഴിയൊരുക്കുന്നത്. സത്യമാർഗം എന്ന് പറഞ്ഞതാണ് എന്നെന്നും സത്യമായി നിലനിൽക്കുന്ന ഭഗവാനിലേക്ക് ചെല്ലാനുള്ള മാർഗം. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്മ എന്നർത്ഥം. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഉള്ളത് ഉണ്ടാകണ്ട ഇനി, അല്ലേ? ഉള്ളത് നശിക്കുകയുമില്ല. അങ്ങനെ ഉള്ളതായ ആ സത്യസ്വരൂപത്തിലേക്ക്, ആ സത്യമാർഗത്തിലേക്ക് വഴി തെളിയിക്കുന്നത് നമ്മളുടെ പുണ്യകർമ്മങ്ങളാണ്. അതേപോലെ തന്നെ പാപകർമ്മങ്ങൾ നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്നു എന്നാണ് നമ്മളുടെ സനാതനധർമ്മത്തിലെ വിശ്വാസം. അതുകൊണ്ട് നാം പാപകർമ്മങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ആ പാപകർമ്മങ്ങൾ സദാ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന്. പാപത്തിന്റെ ഗുരു ലാഘവം, പാപത്തിലുണ്ട് ഗൗരവമുള്ളത് ലാഘവമുള്ളത് എന്ന്. അത് കണക്കെടുത്ത് എന്തു വേണം? നമ്മളൊരു നല്ല വൈദ്യന്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ രോഗത്തിന്റെ ഗുരുത്വം അല്ലെങ്കിൽ രോഗത്തിന്റെ ലഘുത്വം അനുസരിച്ച് നമ്മളെ ചികിത്സിക്കും. ആ ചികിത്സ ഫലിച്ചു വരുമ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും രോഗമുക്തരായിത്തീരും. അതുപോലെ പുണ്യ ലാഘവങ്ങളെ കണക്കാക്കിയെടുത്ത് സമർത്ഥനായ ഒരു വൈദ്യനെ പോലെ ചികിത്സിക്കേണ്ടതാണ് നമ്മളുടെ ധർമ്മം. അതിന് നിത്യസുരക്ഷയ്ക്കുള്ള, നമ്മളിപ്പോ ജീവൻ സുരക്ഷയുണ്ട്, റോഡ് സുരക്ഷയുണ്ട്, എന്തൊക്കെ സുരക്ഷകളാ. പക്ഷെ നമ്മൾ നിത്യസുരക്ഷയ്ക്കുള്ള എന്തെങ്കിലും മാർഗം ആലോചിക്കാറുണ്ടോ? നിത്യസുരക്ഷയ്ക്കുള്ള ഒരു ചെപ്പ് നമ്മുടെ ഈ ഷഷ്ഠസ്കന്ധത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് 2 ദിവസം ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകും. നാരായണ കവചം. ആ കവചം നമുക്ക് നിത്യസുരക്ഷയ്ക്കുള്ളതാണ്. നിത്യവും നാരായണ കവചം ചൊല്ലുന്ന ഒരാൾക്ക് വലിയൊരു രക്ഷ തന്നെയാണെന്ന്, നിത്യസുരക്ഷ ദാനം ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അതിദിവ്യമായ മന്ത്രമാണത്. അതും ഈ ഷഷ്ഠസ്കന്ധത്തിന്റെ ഉള്ളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഷഷ്ഠസ്കന്ധം ഭഗവാന്റെ ഹൃദയം എന്ന്
ഹൃദയത്തില് നിത്യസുരക്ഷയ്ക്കുള്ളതായ ഒരു ചെപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നാരായണ കവചം എന്നൊക്കെ പറയുന്നു. എന്തായാലും ശരി, ഈ 19 സ്കന്ധങ്ങളാണ് ഷഷ്ടത്തിലുള്ളത്. 19 സ്കന്ധങ്ങളിലും ഭാഗവതത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായ പോഷണം എന്ന ലീലയാണ് വർണ്ണിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പോഷണം അല്ലെങ്കിൽ പുഷ്ടി ഉണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ കാരുണ്യമോ, ഭഗവാൻ എല്ലാവരോടും കരുണയുള്ളവനാണ്, അല്ലെ? അലൗകികമാണ് ഭഗവത് കാരുണ്യം. ആ ഭഗവത് കാരുണ്യം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഫലിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? മഴ എല്ലായിടത്തും ഒരുപോലെ പെയ്യുന്നു. നല്ല വിത്തുകള് നന്നായി മുളയ്ക്കുന്നു, ചീത്ത വിത്ത് കുരുടിച്ചു മുളയ്ക്കുന്നു. അത് വെച്ച് മഴയെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല ഭൂമിയെ കുറ്റം പറയാൻ പറ്റുമോ? വിത്തിന്റെ ഗുണമല്ലേ അത് കാണിച്ചത്? അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് നല്ല ഫലം മാത്രമേ ചെയ്യാൻ പാടൂ. ഭഗവാന്റെ കാരുണ്യം അലൗകികമാണ്. അലൗകികമാണെങ്കിൽ നമ്മളെയൊക്കെ രക്ഷിക്കണ്ടേ? ഓ, രക്ഷിക്കും എന്ന് പറഞ്ഞു തരാണ്. മര്യാദയെ ലംഘിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഭഗവത് കാരുണ്യം അവരിലും ചൊരിയാറുണ്ട് എന്നുള്ള ദൃഷ്ടാന്തമായിട്ട് ഇന്നലെ വൈദ്യലിംഗ ശർമ്മ സാറ് അജാമിള മോക്ഷം നമുക്ക് പറഞ്ഞു തന്നു, ഇല്ലേ? അജാമിള മോക്ഷത്തിൽ പറഞ്ഞു, മര്യാദയെ ലംഘിച്ച് അതിക്രമം കാണിച്ചതായ ആ മഹാപാപിയെ പോലും കരകയറ്റി വിട്ടു അലൗകിക കരുണാമൂർത്തിയായ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ, അല്ലേ? ആ ഭഗവാൻ എങ്ങനെ കടത്തിവിട്ടു. അതുപോലെ തന്നെ അതിന് ദൃഷ്ടാന്തമായിട്ട് അജാമിളനെ കുറിച്ച് പറഞ്ഞു ഈ ഷഷ്ടസ്കന്ധത്തിൽ. അതിനുശേഷം വിശ്വരൂപനെ ഹനിച്ച് ശരിക്കും മഹാപാപം ചെയ്തതായ ദേവേന്ദ്രനെയും രക്ഷിച്ച കഥ നമ്മളിവിടെ വർണ്ണിച്ചു. അതിനുശേഷം അത് പിന്നീടുള്ളതായ ഇന്ദ്രന്റെ ദോഷത്തെയാണല്ലോ പ്രകാശിപ്പിച്ചത്. ഇന്ദ്രൻ ഗുരുനിന്ദ ചെയ്തു, അതുകൊണ്ട് ഗുരു പോയി, അതുകൊണ്ട് വിശ്വരൂപനെ ഗുരുവായിട്ട് സ്വീകരിച്ചു, ആ ഗുരുവിനെയും നിന്ദിച്ചു, അല്ലെ? അങ്ങനെ ചെയ്തതായ ആ ഇന്ദ്രനെ രക്ഷിച്ച കഥ പറഞ്ഞു. പിന്നെയും ഇന്ദ്രന്റെ ദോഷത്തെ പ്രകാശിപ്പിക്കുന്നതായ 8 അധ്യായങ്ങളെ കൊണ്ട് വൃത്രാസുരന്റെ കഥയും വർണ്ണിച്ചു. അങ്ങനെ ആ സമയത്തൊക്കെ പോഷണം നടത്തിക്കൊണ്ട് വന്നതാണ് ഭഗവാൻ. അവസാനത്തെ 2 അധ്യായങ്ങളിലാണ് മരുതുത്വത്തിയും പുംസവന വ്രതവും വർണ്ണിക്കുന്നത്. പറയാണ് എന്താണ്, എത്ര തന്നെ പാപപങ്കിലം ആയൊരു ജീവിതം നയിക്കുന്ന ഒരാളായാലും എന്ത് മതി? ഭഗവാനെ ആശ്രയിച്ചാൽ മതി, ഉടനെ തന്നെ രക്ഷ കിട്ടും എന്ന് കാണിക്കുന്ന അനുഗ്രഹ ലീലകൾ ഓരോ അധ്യായങ്ങളിലും ഓരോ സ്കന്ധങ്ങളിലും കുത്തി നിറച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കും മേന്മ കിട്ടും. പിന്നെ എന്താണ്, നല്ലത് ചെയ്യും തോറും മനസ്സ് ശുദ്ധമാകും, അല്ലെ? ഇന്നിപ്പോ നമ്മൾ പ്രാർത്ഥനയിൽ ചെയ്തു നല്ലത് ചെയ്യാൻ തോന്നിക്കണേന്ന്, അല്ലെ? നല്ലത് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് അറിയാതെ തന്നെ ശുദ്ധമാകുന്നു. മരുന്ന് കഴിച്ചാല് അറിയാതെ കഴിച്ചാലും ആ മരുന്ന് രോഗത്തെ ശമിപ്പിക്കുന്നത് പോലെ. ഇനി എന്നിട്ട് ആ വംശത്തിനെ ഒന്ന് വർണ്ണിക്കുകയാണ് 18ാമത്തെ അധ്യായത്തിൽ. അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കശ്യപ പ്രജാപതിക്ക് അതിഥിയിലുണ്ടായ, അതിഥി എന്ന് പറഞ്ഞാൽ ദേവമാതാവ്, അല്ലെ? ദേവമാതാവായ അതിഥിയില് 12 പുത്രന്മാരുടെ വംശവർണ്ണനയാണ് ആദ്യം തന്നെ വർണ്ണിക്കുന്നത്. അവരില് നാലാമത്തെ പുത്രനായ തൊഷ്ടാവിന്റെ കഥ വർണ്ണിച്ചുകൊണ്ട് അവരിലൂടെ വിശ്വരൂപനിലേക്കും വൃത്രാസുരനിലേക്കും ചിത്രകേതുവിലേക്കും എല്ലാം നീണ്ടുപോയി. അത് നമ്മൾ ഇന്നലെ കണ്ടു. മറ്റു പുത്രന്മാരായ സവിതാവ്, ഗന്ധാതാവ്, വിധാതാവ്, വരുണൻ, മിത്രൻ, ഇന്ദ്രൻ, വാമനൻ ഇവരുടെയൊക്കെ വംശം വിസ്തരിച്ച ശേഷം പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, വാമനാവതാര കഥ പിന്നീട് വിസ്തരിച്ചു പറയാം എന്നൊരു വാഗ്ദത്തം നൽകുകയാണ്. അതിനുശേഷം ദിതിക്കുണ്ടായ സന്തതികളെ കുറിച്ച് പറയും. കശ്യപ പ്രജാപതിയുടെ മറ്റൊരു പത്നിയാണ് ദിതി. അത് അതിഥിയുടെ സഹോദരിയുമാണ്. ദക്ഷപുത്രിമാരാണല്ലോ. അങ്ങനെയുള്ളവരുടെ കഥ പറയാണ്. ആ പറയുന്ന സന്ദർഭത്തിൽ പരമഭക്തന്മാരായ പ്രഹ്ലാദൻ, മഹാബലി ഇവരൊക്കെ ദിതിയുടെ വംശത്തിൽ പിറന്നവരാണ്
എന്നുള്ള ആമുഖത്തോടു കൂടി തന്നെയാണ് ആരംഭിക്കുന്നത്. ദിതിയുടെ വംശത്തിൽ പറഞ്ഞ മഹാന്മാരാരെന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭം തന്നെ. ഹിരണ്യാക്ഷന് ദൈത്യദാനവ വന്ദിതന്മാരായ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ ഇവ രണ്ടുപേരും ദിതിയുടെ ആദ്യ പുത്രന്മാരായിരുന്നു. അവര് ഇരട്ടകളായിരുന്നു. അതില് ഹിരണ്യകശിപുവിന് കയാധുവില് ഹ്ലാദൻ, പ്രഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ, പ്രഹ്ലാദൻ എന്നിങ്ങനെ 4 പുത്രന്മാരായി ഉണ്ടായി എന്ന് വർണ്ണിച്ചുകൊണ്ട് പ്രഹ്ലാദന്റെ പുത്രനായിരുന്നു പ്രസിദ്ധ ദാനകർത്താവായ വിരോചനനെന്നും, വിരോചനന് ദേവിയില് ബലി എന്നൊരു പുത്രനുണ്ടായി എന്നും, ബലിക്ക് അശനയില് 100 പുത്രന്മാരുണ്ടായി എന്നും വർണ്ണിച്ചു. ആ 100 പുത്രന്മാരിൽ ബാണജ്യേഷ്ഠോ എന്ന് പറഞ്ഞു. ബാണനാണ് മൂത്ത പുത്രനായി വന്നത് എന്നും ഭഗവാന്റെ ഭക്തവാത്സല്യ അതിരേകത്തിന് അതിനെ വ്യക്തമാക്കിക്കൊണ്ട് ശിവപാർഷദന്മാരിൽ മുഖ്യനായ ബാണന്റെ പുരപാലകനായി ശങ്കരൻ ഇന്ന് വസിക്കുന്നുണ്ട് എന്നും വർണ്ണിച്ചു. അതാണ് ഭഗവത് കാരുണ്യം. അതിനെ വർണ്ണിച്ചു. ഇത്രയും പറഞ്ഞു. ഇതൊന്നും നമുക്ക് വിസ്തരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ 18ാമത്തെ അധ്യായത്തിലെ തുടക്കത്തിലുള്ളത് കൊണ്ടൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. അതിനുശേഷം ദിതിയുടെ മക്കളായിട്ട് 49 പേരുണ്ടായി. അവർ മരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവർ ഇന്ദ്രന്മാരാൽ ദേവന്മാരാക്കപ്പെട്ടു എന്ന് ശ്രീ സുഖബ്രഹ്മ ഋഷി പറഞ്ഞപ്പോൾ ദിതിപുത്രന്മാര് അസുരന്മാരായിരിക്കണല്ലോ. അങ്ങനെയുള്ളതായ അവർ ആസുരഭാവം കൈവെടിഞ്ഞ് എങ്ങനെയാണ് ഭഗവത് ഭക്തന്മാരായി അല്ലെങ്കിൽ ദേവന്മാരായി തീർന്നത്, എന്താണതിന് കാരണം എന്ന് പരീക്ഷത്തിന് ജിജ്ഞാസയായി. അറിയാനുള്ള ത്വര. ചോദിക്കുന്ന ആൾക്ക് ജിജ്ഞാസ ഉണ്ടെങ്കിൽ പറയുന്ന ആൾക്ക് സന്തോഷമാണ് അല്ലേ? അത് കേട്ടപ്പോൾ ആനന്ദമഗ്നനായിക്കൊണ്ടാണ് ശ്രീ ശുഗമഹർഷി മരുതുത്പത്തി വർണ്ണിക്കാൻ തുടങ്ങുന്നത്. നമുക്കിവിടെ മരുതുത്പത്തിയാണ് വിഷയം. ആദ്യമേ പറഞ്ഞു ദൈത്യദാനവ വന്ദിതന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന്. അവര് 2 പേർക്കും വധം കിട്ടിയത് ആരാണ്? സുനാഭോദര ബാഹുന, വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടു 2 പേരും. അങ്ങനെ ചെന്നപ്പോൾ വധമൊക്കെ കിട്ടി ആദ്യമൊക്കെ സന്തോഷിച്ച ആളാണ് ദിതി. നമുക്ക് കാണാം തൃതീയ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിൽ കാണാം. ദിതി കശ്യപ പ്രജാപതിയെ സന്ധ്യ നേരത്ത് സന്താനോൽപാദനത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു. അതനുസരിച്ച് 2 പുത്രന്മാരുണ്ടായി. അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. പശ്ചാത്താപ വിവശയായപ്പോൾ പറഞ്ഞു, ഇവരിൽ പൗത്രൻ കേവനായി തീരും, മാത്രമല്ല ഇവരെ സാക്ഷാൽ ഭഗവാൻ തന്നെ വധിക്കുമെന്ന്. അത് കേട്ടപ്പോ മനസ്സ് സന്തോഷമായവളാണ് ആര്? ദിതി. പക്ഷെ ഇവിടെ എന്തുണ്ടായി? ഹിരണ്യാക്ഷനെ മനസ്സാണ് കാരണം. എപ്പോഴാ മനസ്സ് കോപിക്കുക എന്നറിയില്ല. കാരണം ത്രൈഗുണ്യം കൊണ്ട് നിറഞ്ഞതാണ് മനസ്സ്. രജോ ഗുണവും തമോ ഗുണവും ഒക്കെ കൊത്തി നിറച്ചതാ. എപ്പോഴാ രജോ ഗുണം തലപൊക്കെ എപ്പോഴാ തമോ ഗുണം വരാം നമുക്കേ അറിഞ്ഞുകൂടാ. നിമിഷത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. ചഞ്ചലത്വമാണ് മനസ്സിന്റെ സ്വഭാവം. ഇവിടെ എന്ത് ചെയ്തു? ദിതി തന്റെ പുത്രന്മാരായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വധിക്കപ്പെട്ടപ്പോൾ ഭയങ്കരമായിട്ട് കോപിച്ചു. അത്യധിക ക്രോധം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. രജോ ഗുണ സമുദ്ഭവ എന്ന്, അല്ലേ? രജോ ഗുണം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ക്രോധം. അതിലേറെ ദുഃഖവും ഉണ്ടായി. തന്റെ പുത്രന്മാര് മരിച്ചുവല്ലോ എന്നൊരു സങ്കടം. അത് വാത്സല്യം. ആ വാത്സല്യം കൊണ്ട് ദുഃഖവും ഉണ്ടായി. ദിതി എന്ത് ചെയ്തു? ഇവരെയൊക്കെ കൊല്ലിക്കാൻ കാരണം ആദിതിയുടെ ആരുടെങ്കിലും മേലിൽ ഒരു കുറ്റം വരണമല്ലോ. അവനവന്റെ കർമ്മഫലമാണെന്ന് നമ്മൾ ആരും സമ്മതിച്ചു തരില്ല. നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ അതിന് കാരണം മറ്റൊരുവൻ, ലാഭമുണ്ടായാൽ ഞാൻ, അല്ലേ? അതാണ് നമ്മുടെ സ്വഭാവം. ഇതേപോലെ തന്നെ ദിതി എന്ന് പറഞ്ഞു, ഇന്ദ്രനാണ് ഇതൊക്കെ കൊല്ലിക്കാൻ കാരണം എന്ന് മനസ്സിൽ അങ്ങോട്ട് അരക്കിട്ട് ഉറപ്പിച്ചപ്പോൾ ഇന്ദ്രനിഗ്രഹമാണ് ഇതിനുള്ള പോംവഴി. അതിന് ശാശ്വത പോംവഴിയാണോ? ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ വിചാരിച്ചു ഇന്ദ്രനിഗ്രഹമാണ് ഇതിന് ശാശ്വതമായൊരു പോംവഴി എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അതിന് പറയാണ്, ദുഃഖമുണ്ടാകുന്നതിന് കാരണം എന്താ? അറിവില്ലായ്മ, അജ്ഞാനമാണ് ദുഃഖഹേതു, അല്ലെ? അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തിനെ മാറ്റാൻ എന്തു വേണം? ജ്ഞാനം വരണം. ജ്ഞാനം വരണമെങ്കിൽ ഭഗവത് പാദത്തെ ശരണം പ്രാപിക്കണം,
അല്ലാണ്ട് ജ്ഞാനമൊന്നും ആർക്കും ഉണ്ടാവുകയില്ല. ഇപ്പൊ എന്ത് പറയുന്നത് ഇവിടെ പറയാണ്, കഥാനുഭ്രാതൃഹന്താരം ഇന്ദ്രിയാരാമമുൽബണം അക്ലിന്ന ഹൃദയം പാപം ഘാതയിത്വാ ശയേ സുഖം. വിചാരിക്കുകയാണ് എന്താണ്, എപ്പോഴും ഭ്രാതൃഹന്താരം, സഹോദരനല്ലേ അവൻ, അതുപോലെ ആലോചിച്ചോ ഈ ഇന്ദ്രൻ അല്ലെ, ചിറ്റമ്മയുടെയും വല്യമ്മയുടെയും മക്കളാണ്. എന്നിട്ട് ഈ ഇന്ദ്രനാണല്ലോ ഭ്രാതൃഹന്താവായി തീർന്നത്. ആ ഇന്ദ്രനൊരു പൊട്ട സ്വഭാവമുണ്ട്, ഇന്ദ്രിയാരാമം ഉൽബണം എന്ന് പറയണം. ഇന്ദ്രിയങ്ങളെ രമിപ്പിക്കാൻ നടക്കുന്ന ഒരുത്തൻ, ദുഷ്ടബുദ്ധി, അക്ലിന്ന ഹൃദയം, ഒരു തരത്തിലുള്ള ആർദ്രത മനസ്സിലില്ല, ഇങ്ങനെ പാറക്കല്ല് പോലത്തെ ഹൃദയമുള്ളവനാണ് അവൻ. അവനെ അങ്ങനെയുള്ള പാപിയായ അവനെ കൊന്നിട്ട് കഥാനുശയേ സുഖം, എന്നാ ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങുക എന്നായിരുന്നു ആരുടെ വിചാരം? ഈ ദിതിയുടെ വിചാരം. അപ്പൊ പറയണേ, എന്നാ ദിതിയോ, ഞാനല്ലാണ്ടാണോ ദിതിക്ക്? ജ്ഞാനിയെ പോലെ ചിന്തിക്കുന്ന ഒരു ഭാഗം ഈ ഇന്ദ്രനെ കുറിച്ച് പറയുമ്പോ തന്നെ ജ്ഞാനിയെ പോലെ ചിന്തിക്കുകയാണ്. എന്താ പറയണെന്നറിയോ? കേട്ടാ തമാശ തോന്നും. കൃമിബിഡ് ഭസ്മ സംജ്ഞാസീത് യസ്യേഷാഭിഹതസ്യ ജ ഭൂതദൃക്തകൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യദഃ. അതിബുദ്ധിയായിട്ട് അതിജ്ഞാനത്തോടു കൂടി ജ്ഞാനിയെ പോലെ വിചാരിക്കുകയാണ്, ആരെ? ചിന്തിക്കുകയാണ് ദിതി. ഈ ശരീരം എന്നൊക്കെ പറയുന്നത് എന്താ? ചക്രവർത്തി ആയിക്കോട്ടെ, ശ്രേഷ്ഠനായിക്കോട്ടെ, അല്ല ആര് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, മരിച്ചാല് 4 ദിവസം കഴിഞ്ഞാൽ അതെന്താകും? കൃമി അരികയല്ലേ ചെയ്യുക. അതുകൊണ്ട് കൃമിയാണ് ഈ ശരീരം. പോട്ടെ, ഇനി കൃമിയല്ല, യുദ്ധക്കളത്തിൽ വെച്ച് വീരശൈയായി തീർന്നാൽ നായോ കുറുക്കനോ തിന്നും അല്ലെ? നായോ കുറുക്കനോ തിന്നാല് അത് വിഷ്ടിയായിട്ട് മലമായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്ന സാധനം എന്താ? അത് മലമല്ലേ? അടുത്തത് പറയാണ്, അല്ല നമ്മളൊക്കെ മരിച്ചാ ചെയ്യുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് അടക്കിയാല് ഭസ്മമായി തീരും. അപ്പൊ ഈ ശരീരത്തിന്റെ പേരെന്താ? ഭസ്മം എന്നല്ലേ? ജ്ഞാനിയായിട്ട് ചിന്തിക്കുകയാണ് ദിതി. അങ്ങനെയുള്ളതായ നിസ്സാരമായ ഈ ശരീരത്തിന് വേണ്ടി പ്രാണികളെ ആര് ദ്രോഹിക്കുമോ അവൻ ഹിതമറിയാത്തവനാണ്. ദ്രോഹിക്കുന്ന അവര് ആ ഭൂതദ്രോഹി നരകം വ്യാധി എന്നാണ് പ്രമാണം. ജീവജാലങ്ങളെ ദ്രോഹിക്കുന്നവർ എങ്ങനെ ദ്രോഹിക്കാം? മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. എങ്ങനെ ദ്രോഹിച്ചാലും ഫലം എന്താ? നിരയേ, നരകത്തിൽ പോയി വസിക്കണം എന്നാണ്. അങ്ങനെ ജ്ഞാനം വാക് എന്നിട്ട് ഇത്രയൊക്കെ വിചാരിക്കുന്ന പറയാണ്, ശരീരസുഖായ പരം ദ്രോഹം കൃതവാൻ സ്വയം ദോഷകൃത്. ഇതാണ് ചിന്തിക്കുന്നത് ദിതി. ശരീരത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവൻ സ്വയം ദോഷം ചെയ്യുന്നവനാണ് എന്നൊക്കെ വാക്കില് മാത്രം ജ്ഞാനം, വാക്കാല് ജ്ഞാനം വിചാരിക്കുകയാണ്. ഇവള് ഇന്ദ്രഹണം ഋണയെന്ന് അടുത്ത വാചകത്തിൽ ചോദിക്കാൻ പോവാണ്, ഇന്ദ്രനെ കൊല്ലാൻ എനിക്കൊരു പുത്രനെ വേണമെന്ന്. ഈ ജ്ഞാനം അപ്പൊ എവിടെ പോയി അല്ലേ? അപ്പോ ജ്ഞാനം വാക്കിൽ മാത്രം, മനസ്സിലില്ല. ഇന്ന് നമ്മൾ കാണുന്നത് മുഴുവൻ അതാണ്. വലിയ വാചകം പറയാം, പ്രവൃത്തിയിൽ എന്താണ് വസുദൈവ കുടുംബകം എന്നൊക്കെ പറയണ കേട്ടാൽ ഔ ഇത്രയും നല്ല ആൾക്കാരുണ്ടോ എന്ന് തോന്നും. വസുദൈവ കുടുംബകം എന്ന് പോയിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്ക് അടുത്ത ഫ്ലാറ്റിൽ എന്ത് നടന്നാലും അറിയില്ല. ഈ സ്ഥിതിയാണ് ഇന്ന് അല്ലേ? അപ്പോ ഈ വാക്ക് ജ്ഞാനം വാക്കിൽ മാത്രം ഉണ്ടായാൽ പോരാ, മനസ്സിലും ഉണ്ടാകണം. പരദോഷം ചിന്തിക്കുന്നവൻ ആ ദോഷം ആദ്യം തന്നിലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാലോ ഇന്ന് നമ്മൾ കാണുന്ന മീഡിയയിലത്തെ വർത്തമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ലോകം ക്ലീൻ അല്ലേ? ലോകം ക്ലീൻ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മറ്റുള്ളവരിൽ ദോഷം ആരോപിക്കുമ്പോൾ ആ ദോഷം നമ്മളിലുണ്ടോ എന്ന് വിശകലനം ചെയ്താൽ മതി. അത് മാത്രമേ നമ്മൾ ചെയ്യണ്ടൂ. അത് ചെയ്യുന്നില്ല. പരദോഷം കാണുന്നതാണ് ലോകത്തിന് മുഴുവൻ തൃപ്തി. കബീർദാസ് പറയേ, ഹിന്ദി കബീർദാസ് ഒരു ദിവസം വിചാരിച്ചു അത്രേ, നാട്ടിൽ ആരൊക്കെയാണ് ചീത്ത ആൾക്കാർ എന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടു. ബുരാ ജോ ദേഖന് മേം ചലാ ബുരാ ന മിലിയാ കോയി പറയാണ്. രാവിലെ എഴുന്നേറ്റ് സഞ്ചാരം, ആരാ ചീത്ത ആരാ ചീത്ത എല്ലായിടത്തും അന്വേഷിച്ചു. വൈകുന്നേരമായി ക്ഷീണിച്ചു എന്നല്ലാണ്ട് ഒരൊറ്റ ചീത്ത ആളെ കാണാൻ സാധിച്ചില്ല. വീട്ടിൽ വന്നിരുന്നു. ഇരുന്നിട്ട് എന്ത് ചെയ്തു? ജ്യോതിൽ ഖോജാ ആപ്ന ബുരാ നമി ബുരാ എന്താണ് മുജ്സാ ബുരാ ന കോയ്.
അവസാനം വീട്ടിൽ വന്ന് നല്ലോണം അന്നവന്റെ മനസ്സിനെ ഒന്ന് വിശകലനം ചെയ്തപ്പോ മനസ്സിലായി തന്നെക്കാളും ചീത്ത ഈ ലോകത്തിൽ ആരുമില്ല എന്ന്. അങ്ങനെ ഓരോരുത്തരും ശ്രമിച്ചാൽ ഈ ലോകം രാമരാജ്യം തന്നെ ആയിത്തീരില്ലേ? അതിന് നമ്മൾ ശ്രമിച്ചാൽ പോരെ എന്ന് പറയാണ്. ഈ ഒരു തത്വത്തിനെ ഭാഗവതത്തിലുടനീളം പറയാണ്. വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം എന്നാണ് ഭാഗവതത്തിലെ വാഗ്ദത്തം, അല്ലെ? അറിയേണ്ടതായ വാസ്തവത്തിനെ അറിയിപ്പിക്കുക. ഇത് അക്ഷരം പ്രതി അനുസ്മരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ ഓരോ ഉപാഖ്യാനങ്ങളും ഓരോ കഥകളും. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിതിനു വേണ്ടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ കുട്ടികളിലെ ബുദ്ധിശക്തി വളരാനോ ഒന്നും എവിടെയും പോണ്ട. ഈ ഭാഗവതം മാത്രം ഒന്ന് മതി. നമ്മുടെ പുരാണകർത്താക്കന്മാര് അത്രയും നന്നായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള അമൂല്യങ്ങളാണ് ഇവയെല്ലാം. എന്താട്ടെ, ഇവിടെ എന്ത് ചെയ്തു? ദിതി ഇങ്ങനെ ദുഃഖത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പോംവഴി വേണല്ലോ. എന്താണ് ഇതിനെ? ഇയാളെ കൊന്നിട്ടല്ലാതെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് സമാഗതനായി ഭർത്താവായ കശ്യപ പ്രജാപതി വന്നുടനെ പരമപ്രേമ പ്രകടനത്താലും മധുര വചനങ്ങളാലും ഹാസവിലാസ ഭാവങ്ങളാലും ശുശ്രൂഷിച്ച് വശീകരിച്ചു എന്ന് പറയാണ്. എങ്ങനെയാണ്? ഭക്ത്യാ പരമയാ രാജൻ മനോജ്ഞൈഹി വൽഗുഭാഷിതൈഹി മനോ ജഗ്രാഹ ഭാവജ്ഞ സുസ്മിതാവാംഗവീക്ഷണൈഹി. നല്ല തരത്തിലുള്ള സംസാരം, നല്ല നോട്ടം, ഹാസവിലാസം, ഇതൊക്കെ കൊണ്ട് തന്റെ ഭർത്താവിനെ അങ്ങോട്ട് വശീകരിച്ചു. വശീകരിച്ചപ്പോഴാണ് വിദ്വാനാണല്ലേ കശ്യപ പ്രജാപതി. ഇവിടെ പറയാണ്, ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഏവം സ്ത്രീയാ ജഡീഭൂതോ വിദ്വാനവിവിദഗ്ധയാ ബാഡമിത്യാഹ വിവശോ നദച്ചിത്രം ഹി യോഷിതി എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ വിദ്വാനായിരുന്നിട്ട് പോലും കശ്യപ പ്രജാപതി ഇവളുടെ ഹാസവിലാസ ഭാവങ്ങളിൽ അങ്ങോട്ട് മോഹിച്ചു വീണു. സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നദച്ചിത്രം ഹി യോഷിതി. ഇത് സ്ത്രീകളില് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വിദ്വാനാണെങ്കിലും സ്ത്രീയുടെ കപടനാട്യത്തിൽ മോഹിതനാകുമെന്ന് ഈ കാട്ടിത്തരുന്ന ഭാഗവതത്തിലെ രംഗമാണിത്. വിദ്വാനല്ലേ, എല്ലാം അറിയുന്ന ആളല്ലേ, മനസ്സിലിരിപ്പ് പോലെ അറിയുന്ന ആളാണ്, എന്നിട്ടത് ചെയ്തില്ലേ എന്ന്. അതായത് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണെന്ന് പറയാണ്. ആ ഇന്ദ്രിയ നിഗ്രഹം പറ്റാതെ വരുമ്പോൾ ആപത്തിൽ പെടും. അതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഭാഗവതത്തിലുടനീളമുണ്ട്. നമ്മൾ 24 ഗുരുക്കൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കും, അല്ലേ? ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും വലുതായ ആന, അല്ലേ? ആ ആന എന്ത് ചെയ്യും? കാട്ടിൽ നടക്കുമ്പോ വലിയ മരച്ചില്ലകള് തുമ്പിക്കൈയിൽ വെച്ചോണ്ട് അതിങ്ങനെ പരതിയാ നടക്കുക. വഴിയിൽ തടസ്സമുണ്ടോ നോക്കി നടക്കും അത്ര ആന. അത്ര ബുദ്ധിമാനാണ്. അങ്ങനെ ബുദ്ധിമാനായിട്ട് നടക്കുന്ന ആന പിടിയാനയെ കണ്ട് പിടിയാനയുടെ സ്പർശസുഖത്തിന് വേണ്ടി എന്ത് ചെയ്യും? പിടിയാനയുടെ പിന്നിൽ പോകും. ട്രെയിൻഡ് ആയിട്ടുള്ള ഈ പിടിയാന എന്ത് ചെയ്യും? പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പിടിയാനയെ. പിടിയാന ഈ മത്ത ഗജത്തിനെ കൊണ്ടുപോയി ഒരു മരക്കൂട്ടിലേക്ക് കയറ്റും. മരക്കൂട്ടിലേക്ക് ആന കയറി ഉടനെ പിടിയാന പുറത്തേക്ക് വരും, ബന്ധനസ്ഥനായി. പിന്നെ നാട്ടിൽ വന്ന നാട്ടാനെ ഇരുത്താനെ കാട്ടാനെ എന്ത് പറഞ്ഞാലും റെഡി, അല്ലേ? അപ്പൊ ഈ ആനയ്ക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പോയുള്ളതായ ഫലം അതെന്താണ് എന്നുള്ളത് പലയിടത്തും സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി തന്റെ ഭാര്യയുടെ വാക്കുകളിൽ മോഹിതനായിട്ടുള്ള കശ്യപ പ്രജാപതിക്ക് ഒരു അക്കടി പറ്റി. ഗീതയിൽ ഭഗവാൻ പറയാണ്, ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോന്നു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവാംഭസി എന്ന് വൃത്തിയായിട്ട് പറഞ്ഞു. ഇന്ദ്രിയങ്ങളില് ഏതെങ്കിലും ഒന്നിന്റെ പിന്നാലെ മനസ്സ് പാഞ്ഞാൽ വീണ്ടും വിചാരമൊക്കെ പോയി കിട്ടും എന്നാണ്. വിവേകം നഷ്ടപ്പെട്ടേക്ക്. അങ്ങനെ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി ആലോലം പാടും. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഡോലായമാനമാണ്. മനസ്സിനൊരു നിപ്പ് കിട്ടില്ല. ഇതേ സ്ഥിതി വന്നു. അങ്ങനെയുള്ളതായ കശ്യപ പ്രജാപതി അവരുടെ മോഹവാക്കുകളിലൊക്കെ പെട്ടു. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഭാഗവത കർത്താവാണല്ലോ, നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരണല്ലോ. സ്ത്രീകൾക്ക് ഭർത്താവ് തന്നെയാണ് പരം ദൈവതം എന്ന് തുടങ്ങുന്ന കശ്യപ പ്രജാപതിയുടെ കുറെ വാക്കുകളുണ്ട്. അതിൽ ഭർത്തൃ ശുശ്രൂഷയാണ് പരമ പ്രാധാന്യം എന്ന് വ്യക്തമാക്കുന്ന എന്താണ് പറയുന്ന കുറെ വാചകങ്ങൾ. പതിരേവ ഹി നാരീണാം ദൈവതം പരമം സ്മൃതം എന്ന് തുടങ്ങിക്കൊണ്ട്
എല്ലാ പ്രാണികളിലും വസിക്കുന്നത് ശ്രീ വാസുദേവനാണ് അല്ലെ. അസുക്കളിൽ കളിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് നിൽക്കുന്നത് വാസുദേവൻ. ആ വാസുദേവൻ തന്നെയാണ് ശ്രീപതിയായ വാസുദേവൻ. എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നു. ആ പരമോത്കൃഷ്ടനായ പരമേശ്വരൻ സ്ത്രീകൾക്ക് ആ വാസുദേവൻ ഭർത്താവ് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന പദ്യം. സയേവഹി ദേവതാലിംഗൈഹി നാമരൂപ വികൽപ്പിതൈഹി ഇജ്യതേ ഭഗവാൻ പുംഭിഹി സ്ത്രീഭിശ്ച പതിരൂപദൃഗ് എന്ന് പറഞ്ഞു തന്നു. എല്ലാവരിലും പല നാമരൂപങ്ങളിലൊക്കെ വിളങ്ങുമെങ്കിലും എല്ലാം എന്താണ്? സർവം വിഷ്ണുമയം ജഗത്, എല്ലാം വിഷ്ണുവാണ്. അങ്ങനെയുള്ളതായ വിഷ്ണു സ്ത്രീകൾക്ക് പതിരൂപദൃഗ്, സ്ത്രീകൾക്ക് ഭർത്തൃരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. അങ്ങനെ യാഗാദികളിൽ യജ്ഞരൂപനെ തന്നെ ആരാധിക്കുന്നു സ്ത്രീകള്. അതേ യജ്ഞരൂപനെയാണ് ഭർത്തൃസ്വരൂപത്തിൽ ആരാധിക്കുന്നത് എന്ന് ആ ഭർത്തൃ ശുശ്രൂഷണത്തിന്റെ മുഖ്യതയെ പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹം പറയണ വരതു എന്താണ്? നിനക്ക് അത്യന്തം ദുർലഭങ്ങളായ വരം നാം നൽകാം. ഇതാണ് പറഞ്ഞത്. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. ഇത് പറഞ്ഞത് വരാൻ പോകുന്ന വിപത്ത് അറിയാതെയാണ് കശ്യപ പ്രജാപതി പറഞ്ഞത്. ഉടനെ തന്നെ പറയാണ്, വരദോ യതിമേ ബ്രഹ്മന് പുത്രം ഇന്ദ്രഹണം വൃണേ അമൃത്യും മൃതപുത്രാഹം ഏനമേ ഘാതിതൗ സുതൗ. പറയാണ്, ഹേ ഭഗവന്, അങ്ങെനിക്ക് വരം തരാൻ തീർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രഹണം പുത്രം വൃണേ, ഇന്ദ്രനെ കൊല്ലാൻ തക്കണോ ഒരു പുത്രൻ എനിക്കുണ്ടാകണം. ചോദിക്കുന്ന ആരോടാണ്? ഇന്ദ്രന്റെ പിതാവിനോട്. ക്ഷേമാവില്ലേ ചോദ്യം? മാത്രമല്ല, എങ്ങനത്തെ പുത്രനാകണം? അമൃത്യും, അയാൾക്ക് മരണവും ഉണ്ടാകരുത്. മരണമില്ലാത്ത ഇന്ദ്രനെ കൊല്ലുന്ന ഒരു പുത്രൻ ഉണ്ടാകണം. കാരണം ഏതൊരുവനാലാണോ മേ സുതൗ ഘാതിതൗ, എന്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് അഹം മൃതപുത്ര, എനിക്ക് ഇന്ന് പുത്രനില്ലാവാത്തതിന് കാരണം ആ ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രനെ കൊല്ലണം. എനിക്കുണ്ടാകുന്ന പുത്രൻ എന്നിട്ട് മരിക്കാനും പാടില്ല. ഈ വരമാണ് ചോദിച്ചത്. ഈ വരം ചോദിച്ച സമയത്ത് തന്റെ തന്നെ മകൻ അല്ലെ, തന്റെ തന്നെ മകനായി ഇന്ദ്രനെ കൊല്ലുവാൻ ഒരു പുത്രനെയാണ് ദിതി ആവശ്യപ്പെട്ടത്. ഞെട്ടിപ്പോയി. പശ്ചാത്താപ പരവശനായിട്ട് ഋഷീശ്വരൻ പരിതപിക്കുകയാണ്. നമ്മളെല്ലാ കാര്യവും അങ്ങനെയാ, ഒക്കെ കഴിഞ്ഞിട്ട് ചിന്തിക്കും അല്ലേ. എന്താണ് പിന്നെ പശ്ചാത്തപിച്ചിട്ട് എന്താ പറയാ? ചിടിയാ ചുഗൈ ഖേത്ത് എന്നാണ്. വയലിൽ വന്നിട്ട് നെല്ലൊക്കെ തിന്നു കഴിഞ്ഞു പക്ഷികള്. അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാനിന്ന് വയൽ മുറിച്ചില്ലല്ലോ, നെല്ല് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ പറയാണ്, അഹോ ഈ അദ്യേന്ദ്രിയാരാമോ യോഷിന്മയ്യേഹമായയാ ഗൃഹീതചേതാ കൃപണഃ പതിഷ്യേ നരകേ ധ്രുവം. ഇന്ദ്രിയാരാമനായി പോയില്ലേ ഞാൻ. യോഷിത് മയ്യ മായയ, സ്ത്രീരൂപമായ മായയിൽപ്പെട്ട്, അതിനാൽ ഗൃഹീത ചെയ്താഹ, ആ മായയാൽ ആകർഷിക്കപ്പെട്ട് കൃപണനായി ഞാൻ ആത്മജ്ഞാനത്തിനെ കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് നരകേ പതിഷ്യേ, ഞാൻ നരകത്തിൽ പോയിവല്ലോ എന്ന്. അതിന് പറയണ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ജ്ഞാനിനാമപി ചേതാംസി മായ മോഹയതി എന്നാണ്. ജ്ഞാനികളെ പോലും മായ മോഹിപ്പിക്കും അത്രേ. ലോകത്തില് സ്ത്രീരൂപത്തിനെയാണ് പ്രത്യക്ഷ മായാസ്വരൂപമായിട്ട് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് മോഹിപ്പിക്കുന്നത് സ്ത്രീ സ്വഭാവമാണ്. രക്ഷപ്പെടേണ്ടത് അവനവന്റെ ധർമ്മമാണ്. എന്താണ് സ്ത്രീകൾക്കുള്ള പ്രത്യേകത എന്ന് 2 വരിയില് വർണ്ണിച്ചിരിക്കുകയാണ്. അത് നമ്മളെന്നെ പറയാൻ പറ്റില്ല, എന്നാലും പറയാം. ശരത് പത്മോത്സവം വക്രം വാചശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാപം സ്ത്രീണാം കോ വേദചേഷ്ടിതം. ശരൽക്കാലത്തിലെ വിടർന്ന താമരപ്പൂ പോലെ സുന്ദരമാണ്. ശരൽക്കാലത്തിലെ വെളുത്ത താമരപ്പൂ വിടർന്നു നിൽക്കും. അതുപോലെ അതിസുന്ദരമാണ് മുഖം. വാചശ്ച ശ്രവണാമൃതം, കാതില് തേന്മഴ പൊഴുകുന്നത് പോലെ സംസാരിക്കാനും അറിയാം. പക്ഷേ ഹൃദയത്തിന്റെ അടുത്ത് വരുമ്പോൾ ഹൃദയം ക്ഷുരധാരാപം എന്ന് പറഞ്ഞു. ഹൃദയം അങ്ങനെ കത്തി പോലെ മൂർച്ചയാത്രേ. അതുകൊണ്ട് സ്ത്രീണാം ചേഷ്ടിതം കോ വേദ എന്നാ ചോദിച്ചത്. ഈ സ്ത്രീകളുടെ പ്രവൃത്തി ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അവർക്ക് നഹി കശ്ചിത് പ്രിയ സ്ത്രീണാം, സ്ത്രീകൾക്ക് ഒരാള് പ്രിയം എന്നൊന്നും ഇല്ലാത്രേ. അഞ്ജസാ സ്വാശിഷാത്മനാം പതിം പുത്രം ഭ്രാതരം വാ ഘ്നദ്യർത്ഥേ ഘാതയന്തി. അവനവന്റെ കാര്യം നേടാൻ
ആർക്ക് എന്ത് വന്നാലും വിരോധമില്ല എന്ന് കരുതുമത്രേ. അതിന് പറയുമ്പോ രാമായണത്തിൽ ഒരു സന്ദർഭം ഓർമ്മ വരിക. കൈകേയി വന്ന് രാമൻ കാട്ടിപ്പോണെന്ന് പറഞ്ഞു അല്ലെ. അത് കേട്ട ദശരഥ മഹാരാജാവ് അങ്ങടെ ക്ഷീണിച്ച് വീശനായിട്ട് നിലത്ത് വീണു. ആ സമയത്ത് ദുഃഖം വെച്ചിട്ട് കൈകേയി, ഞാൻ കാല് പിടിക്കാം, എന്റെ പുത്രനെ കാട്ടിലേക്ക് അയക്കരുത്, നിന്റെ പുത്രന് രാജ്യം തരാന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ല. ഈ സമയത്ത് ബുദ്ധിമാനായ മന്ത്രിവര്യനായ സുമന്ത്രൻ അവിടെ വരികയാണ്. ആ സുമന്ത്രൻ വന്നുടനെ പറഞ്ഞതാണ് ഈ സ്ത്രീകളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദർഭം പറഞ്ഞിരിക്കണം. അശ്വപതി മഹാരാജാവിന്റെ പുത്രിയാണ് കൈകേയി. അശ്വപതി മഹാരാജാവിന് ഇറുമ്പ് തുടങ്ങിയിട്ടുള്ള ചെറിയ പ്രാണികളുടെ സംസാരം മനസ്സിലാവും. ഒരു ദിവസം അപ്പൊ അത് മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ ആ പ്രാണികളൊക്കെ രാജാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ സംഭാഷണം അങ്ങ് മനസ്സിലാക്കിക്കോട്ടെ, അത് മറ്റുള്ളവരോട് പറയരുത്, പറഞ്ഞാൽ അങ്ങയുടെ തല പൊട്ടിത്തെറിച്ചു പോകും. ഒരു ദിവസം തൽപ്പത്തിലിരിക്കുന്ന അശ്വപതി രാജാവ് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചപ്പോ എന്താണ് സംഭവം എന്ന് കൈകേയി മാതാവ് ചോദിക്കത്രേ. അപ്പൊ രാജാവ് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞാൽ എന്റെ തല പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവള് പറയണേ, എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ അങ്ങയുടെ തല പൊട്ടിത്തെറിക്കുക, തെറിച്ചാ തെറിച്ചോട്ടെ, അതെനിക്കിപ്പോ പറയണമെന്ന്. ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് സുമന്ത്രൻ പറയാണ്, ആ അശ്വപതി രാജ്ഞിയുടെ അമ്മയെ പോലെയാ പെൺകുട്ടികൾ ഉണ്ടാവുക അല്ലെ. കുറ്റം പെൺകുട്ടികൾക്ക് വല്ലതും വന്നാല് നമ്മളാണ് അലർട്ടായിരിക്കേണ്ടത്, സ്ത്രീകള്. മറ്റുള്ളവർക്ക് ദോഷമില്ല. അപ്പൊ പറയണേ, ഈ രാജ്ഞിയുടെ മകളല്ലേ ഇവള്, ഇതിലും അല്ല ഇതിലും അപ്പുറവും ചെയ്യുമെന്ന്. എന്തിനാ അത് പറഞ്ഞെന്ന് വെച്ചാല്, അവനവന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആർക്ക് എന്ത് പിണഞ്ഞാലും വിരോധമില്ല എന്ന് വിചാരിക്കുന്നതാണത്രേ. എല്ലാവർക്കും അല്ലാട്ടോ, നമുക്കൊന്നുമല്ല, ചില സ്ത്രീകൾക്ക് എന്ന് നമ്മൾ സമാധാനിക്കാം അല്ലെ. അങ്ങനെ സ്ത്രീകളുടെ കാപട്യത്തെ കുറിച്ച് ആലോചിച്ചു. ഈ മായയ്ക്ക് വശങ്കതനായി പോയല്ലോ ഞാൻ എന്ന് സ്വയം നിന്ദിച്ചു. എന്നിട്ട് കശ്യപൻ സ്വകൃത്യം നിശ്ചയിക്കുകയാണ്. കശ്യപ പ്രജാപതി ഇതൊക്കെ ആണെങ്കിൽ വിദ്വാൻ എന്ന് മുൻപേ പറഞ്ഞു, അറിവുള്ളവനാണ്. അപ്പൊ അദ്ദേഹം പ്രതിവിധി ആലോചിക്കുമ്പോ നല്ലോണം ആലോചിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രതിശ്രുതം ദദാമീതി വജഹ തന്ന വൃഷാ ഭവേദ് വദം നാർഹരിചന്ദ്രോബി തത്രേദം ഉപകൽപതേ. ചിന്തിക്കാണ്, തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നത് നരകമാണ്. അപ്പൊ കൊടുക്കണം. അതുകൊണ്ട് മേ വജഹ ന മൃഷാ ഭവേദ്, എന്റെ വാക്ക് അസത്യമായി തീരരുത്. ഇന്ദ്രഹ, ഇന്ദ്രനാരാ? ദേവദേവേശനാണ് ഇന്ദ്രൻ. മാത്രമല്ല തന്റെ സ്വന്തം പുത്രനാണ്. അങ്ങനെയുള്ളതായ പുത്രൻ ന മരിഷ്യ, കൊല്ലാനും പാടില്ല, മരിക്കാനും പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ആകാം എന്ന് മനസ്സിലൊരു പ്ലാൻ ചെയ്തു. മൂന്ന് ലോകങ്ങളുടെ പ്രഭുവാണ് ഇന്ദ്രൻ, എന്റെ പുത്രനാണ്, ദേവദേവേശനാണ്, അവൻ മരിക്കാതിരിക്കണം. താൻ തരാമെന്ന വാക്ക് സത്യമാവുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഒരു സംവത്സര കാലം നീണ്ടു നിൽക്കുന്ന വിഷ്ണു ഭജന രൂപമായ ഒരു വ്രതം, അത് പുംസവന വ്രതം, അത് ഉപദേശിക്കുകയാണ്. എന്താ അത് പറയാൻ കാരണം വെച്ചാ, ത്രൈഗുണ്യോദ്ഭവം അത്രേ മാനവ ജീവിതം എന്നാണ്. മനുഷ്യ ജീവിതം 3 ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്നതാണ്. ഏതോ ഒരു രജോ ഗുണ സമുദ്ഭവനായിട്ട് പത്നി വശങ്കതനായി തീർന്നു. ഇപ്പൊ സത്വഗുണം പ്രവർത്തിക്കുകയാണ് കശ്യപ പ്രജാപതിയില്. അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ്, എന്താണ് വിഷ്ണുഭജനം കൊണ്ട് ഉണ്ടാവുക? ചിത്തശുദ്ധി അല്ലെ. സകൃത് ഇഷ്ടുവ ആദിപുരുഷം പുരുഷോ യാതി സാമ്യതാം എന്നാണ് വാഗ്ദത്തം. ഒരു പ്രാവശ്യം ആദിപുരുഷനായ ഭഗവാനെ യജിച്ചാൽ, ഭജിച്ചാൽ അവൻ ഭഗവത് സ്വരൂപത്തെ പ്രാപിക്കുമെന്ന് അജാമിളന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നു ഇല്ലേ. നാരായണ എന്ന് സകൃതിവശാൽ, സന്ദർഭവശാലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ഭഗവത് സാമ്യതയെ നേടിപ്പോയി. അതുപോലെ തന്നെ എന്ത് ചെയ്യും? വിഷ്ണു ഭജനം എന്നുള്ളത് മനഃശുദ്ധി ഉണ്ടാക്കും എന്ന് ഉറപ്പിച്ചു. പുത്രൻ എങ്ങനെ വേണം ചോദിച്ചിട്ടുണ്ട്? അമൃത്യും പുത്രം, മരിക്കാത്ത പുത്രൻ ഉണ്ടാകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ദിതി. അപ്പം വിഷ്ണു ഭജനം കൊണ്ട് നാശരഹിതനായൊരു പുത്രനെ അവൾക്ക് കിട്ടുകയും ചെയ്യും. ദീർഘകാലം അനുഷ്ഠിക്കാനുള്ള വ്രതമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴെന്ത് ചെയ്യും? ന്യൂനത സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ സംഭവിച്ചാലും വ്രതം നിഷ്ഫലമാവില്ല, പുത്രൻ ഉണ്ടാകും. അഹിതമായ വരമാണ് അവൾ ആവശ്യപ്പെട്ടത്. അതിനെ സാധിപ്പിക്കുന്നത് യോഗ്യതയുമല്ല. എന്തു ചെയ്യും ഈ കശ്യപൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ടു.
അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന പുത്രൻ ഇന്ദ്രഹന്താവായിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭാഗ്യവശാൽ സംസ്കൃതമാണല്ലോ പറയുന്നത്. ഇന്ദ്രഹണം വൃണയെന്നാ ചോദിച്ചത്. ഹന്ത് ധാതുവിന് ഹന്തി എന്നുള്ളതിന് ഗതി എന്നൊരർത്ഥവും കൂടി ഉണ്ട്. അപ്പൊ കശ്യപ പ്രജാപതി വിചാരിച്ചു ഇവളുടെ പുത്രൻ ഇന്ദ്രനോട് കൂടെ സഞ്ചരിക്കുന്നവരായി തീരട്ടെ എന്ന്. അപ്പൊ താൻ പറഞ്ഞ വാക്ക് സത്യമാകും, അവൾ ചോദിച്ച വാക്കും സത്യമാകും. പിന്നെ എന്തെങ്കിലും അവൾക്ക് വ്രതത്തിൽ ന്യൂനത പറ്റിയാൽ അവൾ ആരെയും കുറ്റപ്പെടുകയുമില്ല. അത് തന്നെ നല്ലത് എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ദീർഘകാലം അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം പറഞ്ഞത്. വൈദ്യരുടെ അടുത്തേ പോയിട്ട് മരുന്ന് ചോദിക്കുകയാണ്. അപ്പൊ വൈദ്യൻ മരുന്ന് പറയാണ്. എന്താ പറയണെന്നറിയോ? കൊടുവേലി കിഴങ്ങ് കൊണ്ടുവരിക, 2 പലം. അത് കൊണ്ടുവന്നാ പോരാ, ആദ്യം തന്നെ അതിന്റെ ആരും മൊരിയൊക്കെ കളയണം. അതന്നെ പാട്, മുള്ളുകുത്തും കയ്യില്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇടണം. ഇട്ട് കഴിയുമ്പോ അതിന് ഒരു വയലറ്റ് നിറം വരും. എന്നിട്ട് അത് ശുദ്ധമാക്കിയിട്ട് അത് കഷായത്തിലിട്ട് വേവിച്ച് ആ കഷായം കുടിച്ചാൽ രോഗം മാറും. ഈ രോഗം മാറുമോ മാറില്ലേ എന്നുള്ളത് വൈദ്യരന്റെ സംശയം. അപ്പൊ വൈദ്യർ ഇങ്ങനെ ഒരു ചികിത്സ നിശ്ചയിക്കുകയാണ്. അഥവാ ഇതൊക്കെ ചെയ്തു വന്നാൽ അവൾ രോഗത്തിൽ നിന്ന് മുക്തിയായി തീരും. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വിശകു വന്നാൽ തട്ടിയിട്ട് കുറ്റവും പറയില്ലല്ലോ. ഇതുപോലൊരു അടവെടുത്തു അത്രേ കശ്യപ പ്രജാപതി. പക്ഷെ കശ്യപ പ്രജാപതിക്ക് അറിയാം വിഷ്ണു ഭജനം എന്നുള്ളത് മനഃശുദ്ധികരം തന്നെ, അല്ലെ? ലോകൈകം അമൃതമായിട്ടുള്ള ഒന്നേ ഒന്നാണ് നാരായണ ദിവ്യമന്ത്രം, അല്ലെ? ലോകൈക രത്നമാണത്. ലോകത്തിലെ എവിടെയും കിട്ടാത്ത വിലപിടിപ്പായിട്ടുള്ള ഒരേ ഒരു രത്നമാണ് നാരായണ നാമം, അല്ലെങ്കിൽ ഭഗവൻ നാമം. ആ ഭഗവൻ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് പുംസവനം എന്നുള്ള വ്രതം അനുഷ്ഠിക്കാൻ. അതും ഒരു ദിവസം പോരാ, 1 വർഷക്കാലം. ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ചിത്തശുദ്ധി വരാതിരിക്കില്ല. അതാണ് ആ ചിത്തശുദ്ധി വരാനുള്ള വഴിയാണ്. മനഃശുദ്ധി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ഒരേ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല വാക്ക് ചൊല്ലണം എന്നാണ് പറയുന്നത്. കുറെ കഴിയുമ്പോൾ മനസ്സ് ശുദ്ധമാകും. ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്തു എന്ന് ചിന്തിച്ച് വ്രതനിഷ്ഠയുടെ നിയമങ്ങളൊക്കെ അങ്ങോട്ട് ധരിപ്പിച്ചു കൊടുത്തു. നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദിതിയും അതിഥിയും 2 പേരും കശ്യപ പ്രജാപതിയുടെ പത്നിമാരാണ്, അല്ലെ? നമ്മള് തൃതീയ സ്കന്ധത്തിലെ 13-ാം അധ്യായത്തിലാണ് ദിതിയെ ആദ്യം കാണുന്നത്. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദ്രൻ കയറി വരുമ്പോൾ തനിക്ക് പുത്രനില്ലല്ലോ എന്നുള്ള സങ്കടത്തില് സന്ധ്യാസമയത്ത് കശ്യപ പ്രജാപതിയെ നിർബന്ധിച്ച് പുത്രസന്താനോൽപാദനം നടത്തുന്ന ദിതി. ആ ദിതിക്കാണ് ഇപ്പോൾ നമ്മള് ഷഷ്ടത്തിലെ 18-ാം അധ്യായത്തിൽ വീണ്ടും കാണുകയാണ്. തന്റെ പുത്രന്മാരെ ഇന്ദ്രൻ കാരണം വധിക്കപ്പെട്ടപ്പോൾ തനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം. ഇത് കാണുകയാണ്. ഇവിടെ അമ്മയാണ് മാതൃവാത്സല്യം കൊണ്ട് പുത്ര നന്മ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ദുർബുദ്ധിയുണ്ട് ദിതിക്ക്. അതുകൊണ്ടാണ് ആ പയോവ്രതത്തിന് പുംസവന വ്രതത്തിന് മുഴുവനായിട്ട് പരിസമാപ്തിയിലെത്താതെ പറ്റിയത്. അതേസമയത്ത് ദിതി എന്ത് ചെയ്യുന്നു? ബലി എല്ലാ രാജ്യവും അടക്കി ത്രിലോകാധിപത്യമാണപ്പോ മക്കളുടെ മുഖം തന്നെ കാണാനില്ല, തലയിലും മുണ്ടിട്ട് നടക്കുക, ഓടി നടക്കുക മക്കള്. ആ മക്കൾക്ക് ത്രിവിഷ്ടപം തിരിച്ചു കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇതേ കശ്യപ പ്രജാപതിയുടെ അടുത്താണ് അതിഥി വരുന്നത്. അപ്പൊ അതിഥിക്ക് പയോവ്രതം അനുഷ്ഠിക്കുകയാണ്. അവൾക്ക് തന്റെ പുത്രൻ നന്നാകണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, മറ്റുള്ളവർ നശിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പയോവ്രതം ഭംഗിയായിട്ട് മുഴുവാക്കാൻ സാധിച്ചു. ഇവിടെയാണ് ദിതിയുടെയും അതിഥിയുടെയും സ്വഭാവത്തിന്റെ താരതമ്യം വരുന്നത്. 2 പേരും പുത്രവാത്സല്യം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പുത്രവാത്സല്യത്തിൽ ഒരു കരടുണ്ട് ദിതിക്ക്, എന്റെ ഇന്ദ്രനെ കൊല്ലണം എന്ന്. എന്തോ ആകട്ടെ, കശ്യപ പ്രജാപതി ദിതിക്ക് പുംസവനം എന്ന വ്രതം പറഞ്ഞുകൊടുത്തു. നിഷ്ഠയോടെ വ്രതം ആചരിക്കാനും തുടങ്ങി. ഇതറിഞ്ഞതായ ദേവേന്ദ്രൻ ചെറിയമ്മയെ പരിചരിക്കാൻ എന്ന വ്യാജേന കൂടുതൽ കൂടി. വരുന്നത് മുഴുവൻ ഉദ്ദേശം എന്താ? വ്രതഭംഗം വരുന്നുണ്ടോ എന്നാണ് ശ്രദ്ധ. പക്ഷേ ദിതിയോടൊപ്പം താമസിച്ചു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ദിതിയുടെ ഗർഭം വളരുന്നു. ഇന്ദ്രന്റെ ആധിയും വന്നു. എന്താണ്, ഇവളില് തടസ്സമൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിതി അത്യന്തം ശ്രദ്ധയോടുകൂടി തന്നെയാണ് വ്രതം അനുഷ്ഠിച്ചത്. ഗർഭം പൂർണ്ണമായി. അപ്പോഴേക്കും അത്യന്തം ക്ഷീണിതയായിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ചില നിയമങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്, രാവിലെ കുളിക്കണം,
ഭഗവാനെ പൂജിക്കണം. അതിനിപ്പോ സംസ്ഥാനത്തിൽ പറയുന്നോണ്ടാണ് ഞാൻ പറയാതെ പോയത്. അതിനുശേഷം സന്ധ്യാസമയത്ത് തല വിരിച്ചിട്ട് കാല് കഴുകാതെ കിടക്കരുത്, കാല് കഴുകി വേണം കിടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? നിദ്രാധീനയായി അശുചിയോടുകൂടി സന്ധ്യാസമയത്ത് ഉറങ്ങുന്നതായ ദിതിയുടെ ഗർഭത്തിലേക്ക് യോഗശക്തിയോടുകൂടി ഇന്ദ്രൻ പ്രവേശിച്ച് വജ്രായുധം കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ 7 ആയിട്ട് അങ്ങോട്ട് ഖണ്ഡിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളത് അമൃത്യും പുത്രമാണ്, മരിക്കാത്ത പുത്രനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പിന്നെ ഭഗവാനെയാണ് പൂജിച്ചിട്ടുള്ളത്. ദ്രൗണ്യസ്ത്രം കൊണ്ട് ബുദ്ധിമുട്ടിയതായ ആ ഉത്തരാഗർഭത്തില് ഭഗവാൻ രക്ഷിച്ച പരീക്ഷിത്താണ് ഈ കഥ കേൾക്കുന്നത്. അപ്പൊ തനിക്ക് അനുഭവം ഉണ്ട് ഇല്ലേ. ഭഗവാന്റെ കാരുണ്യം അലൗകികമാണ്. 7 ആയിട്ട് ഖണ്ഡിച്ചു. ഓരോ ഖണ്ഡവും ഓരോ കുഞ്ഞുങ്ങളായിട്ട് മാറി. അവരൊക്കെ കൂടെ കരയാൻ തുടങ്ങുമ്പോ പറഞ്ഞു മാരോദീഹി എന്ന് പറഞ്ഞു. കരയരുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഓരോ ഖണ്ഡത്തിനെയും 7 ആയിട്ട് ഖണ്ഡിച്ചു. അങ്ങനെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഹിംസിക്കുന്നത്, ഞങ്ങൾ ബന്ധുക്കളല്ലേ എന്നായിരുന്നു ഈ മരുത്തുക്കളുടെ ചോദ്യം. അത് കേട്ടപ്പോ ഇന്ദ്രന് സന്തോഷമായി. ഇന്ദ്രൻ എന്ത് ചെയ്തു? ആനന്ദത്തോടുകൂടി അവർക്കും അമൃത് കൊടുത്ത് മരിക്കാത്ത സ്ഥിതിയിലാക്കി അവരെ സോമവന്മാരാക്കി തീർത്തു എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ നമമാരതിതേർ ഗർഭം ശ്രീനിവാസാനുകമ്പയാ. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ 7 ആയിട്ട് വജ്രായുധം കൊണ്ട് ഹനിച്ചിട്ടും, ആ വജ്രായുധം കൊണ്ട് ആ വൃത്രാസുരനെ വരെ കൊന്നത് അല്ലേ, ആ വജ്രായുധം കൊണ്ട് ഹനിച്ചിട്ടും ഇവര് മരിക്കാത്തത്? ശ്രീനിവാസാനുകമ്പയ. ആ ശ്രീനിവാസന്റെ ആനുകമ്പ കാരണം ദിദേഹേ ഗർഭം നമമാര, ദിദിയുടെ ഗർഭത്തിനെ കൊല്ലാൻ സാധിച്ചില്ല. ബഹുദാ ക്ഷുതി കുലിശക്ഷുണ്ണ. എത്ര പ്രാവശ്യമാണ് വജ്രായുധം കൊണ്ട് കുത്തിയത്, പിന്നെയും 7 ആക്കി ഇല്ലേ. അതിനി സംശയമൊന്നും വേണ്ട പരീക്ഷിത്തേ എന്ന് പറഞ്ഞുകൊണ്ട് സുഖമഹർഷി പറയാണ് ദ്രൗണ്യസ്ത്രേണ യഥാ ഭവാൻ എന്ന് പറഞ്ഞു. അശ്വത്ഥാമാവിന്റെ അസ്ത്രം കൊണ്ട് ഇപ്പൊ കഴിയുന്ന പറഞ്ഞ അങ്ങ് ശ്രീനിവാസാനുകമ്പയാ രക്ഷിത അല്ലെ, ഭഗവാന്റെ അനുകമ്പ കൊണ്ട് രക്ഷിക്കപ്പെട്ടില്ലേ. ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറഞ്ഞാല് ഈ ലോകം മുഴുവൻ നശിച്ചു പോകാൻ പറ്റുന്നതാ. അതാണ് ഈ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചത്. എന്നിട്ടും അങ്ങയ്ക്ക് ഒന്നും പറ്റാതിരുന്നത് ആ ഭഗവത് അനുഗ്രഹമല്ലേ. വിഷ്ണു രാധനായി തീർന്നില്ലേ അങ്ങ്. അതുപോലെ തന്നെ ഈ ശ്രീനിവാസ അനുകമ്പ കൊണ്ട് ഇവരാരും മരിച്ചില്ല. ശ്രീനിവാസന്റെ അനുകമ്പ കിട്ടാൻ കാരണം എന്താണ്? 1 വർഷക്കാലം ദിതി ഈ ഭഗവാനെയാണ് അനുഗ്രഹിച്ചത്. സകൃതിഷ്ട്വ, 1 പ്രാവശ്യം ഭഗവാനെ സ്തുതിച്ചാൽ തന്നെ അപാരമായ കരുണ ചൊരിയും. അങ്ങനെ ഇരിക്കുമ്പോൾ 1 സംവത്സരക്കാലം ഈ ഭഗവാനെ ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പുണ്യം കിട്ടാതെ പോകുമോ? ഇതാണ് അവിടെ ചോദ്യം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്താണ്? സദാ സർവദാ ഗോവിന്ദ നാമകീർത്തനം അല്ലെ. എപ്പോഴും ഗോവിന്ദനെ വിളിക്കുക. വായിൽ വരുമ്പോഴൊക്കെ ജഗന്നിവാസ, നാരായണ, മുകുന്ദ, ജനാർദ്ദന പറ്റുന്ന നാമങ്ങള് ഉച്ചരിക്കുക. അതില് പൂന്താനം പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് കാവാതുരം മാനസമെങ്കിലും മേ നാമാമൃതം വായിൽ അണച്ചുകൊള്ളുക. നമ്മളുടെ മനസ്സ് എന്ത് വേണമെങ്കിൽ പൊക്കോട്ടെ, വാക്കുകൊണ്ട് നാമം ചൊല്ലാൻ കുറെ ചെല്ലുമ്പോൾ പുനിതരായിത്തീരും. അറിയാതെ തന്നെ നമ്മുടെ മനഃശുദ്ധി ഉണ്ടായിത്തീരും എന്ന് പറയാണ്. ഇവിടെ എന്ത് ചെയ്തു? സോമപാനത്തിന് അർഹരാക്കി തീർത്ത് ദിതിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ഇന്ദ്രൻ. കൂടെ 49 പേര്, അങ്ങ് 50 പേരായിട്ടാണ് അമ്മയുടെ കാലിൽ നമസ്കരിക്കുന്നത്. പക്ഷേ ദിതിക്ക് ഇന്ദ്രനോട് ദേഷ്യം തോന്നിയില്ല എന്ന്. അപ്പോഴേക്കും മനസ്സ് ശുദ്ധമായി, മനസ്സിലുള്ള കലികൽമഷാദികളൊക്കെ പോയി ഭക്തി കൊണ്ട്. അതെ, അതുവരെ തോന്നിയത് ഇന്ദ്രഹണം പുത്രം പ്രണയെന്ന് വിചാരിച്ചവള് ആ മനസ്സിന്റെ ദേഷ്യമൊക്കെ അടങ്ങി. എന്നിട്ട് 49 മക്കളെയും ഇന്ദ്രന്റെ കൂടെ ദേവലോകത്തിലേക്ക് മഹാമനസ്കയായിട്ട് അയച്ചു എന്ന് അല്ലേ. അതായത് ആ ജലം എങ്ങനെ നിമ്നത്തിലേക്ക് പോകുന്നുവോ അതുപോലെ ഭഗവത് അനുഗ്രഹമുള്ളവരുടെ മനസ്സ് മാറുമെന്ന്. അതാണ് നമ്മളെ സുരുചി ധ്രുവനെ എതിരേൽക്കാൻ വന്നപ്പോ കണ്ടത് അല്ലെ. ഏതൊരു ദുർബുദ്ധിയോടുകൂടിയാണോ സുരുചി ധ്രുവനെ കാട്ടിലേക്ക് അയച്ചത്, അതേ സുരുചി മനം മാറ്റം വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ ആ ധ്രുവനെ ദർശിച്ചപ്പോഴേക്കും മനസ്സങ്ങോട്ട് ശുദ്ധായി. അപ്പൊ ദർശനം കൊണ്ടോ എന്താണ് പറഞ്ഞത്? ശ്രുതഃ സങ്കീർത്തിതോ ധ്യാതഃ പൂജിതഃ ച ആദൃതഃ വിവ നൃണാം ധുനോതി ഭഗവാൻ ഹൃസ്തോ ജന്മായുധ അശുഭം എന്നാ പറഞ്ഞു.
10,000-കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പാപം പോലും ഭഗവാനെ മനസ്സിൽ ധരിച്ചാൽ ശരി, വായു കൊണ്ട് കീർത്തിച്ചാലോ, കാതുകൊണ്ട് കേട്ടാലോ, പൂജിച്ചാലോ, ആദരവോടുകൂടി സ്മരിച്ചാലോ മതി, പാപം കെട്ടടങ്ങും. അല്ലേ? നമുക്കറിയാം, പൂതന ലോകബാലഗ്നി രാക്ഷസി രുധിരാശന ജിഘാംസയാ വിഹരയേ സ്തനം ദത്വാ ആപസദ്ഗതിം. ഭഗവാനെ ഒന്ന് സ്പർശിച്ച് അംഗമാരോപ്യ എടുത്തും അടിയിൽ വെച്ചതോടുകൂടി പൂതന എന്നുള്ളവള് പൂതയായി മാറി. ഇല്ലേ? ആ ഒരു ഭാഗ്യം, ആ ഒരു അലൗകിക കാരുണ്യം ഭഗവാനിൽ നിന്നല്ലാണ്ട് എവിടുന്നാ കിട്ടുക? അതുകൊണ്ടാണ് സുഖസാരസ്വത്വത്തിൽ പറയുന്നു, യത്കീർത്തനം യത്സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു സുഖബ്രഹ്മർഷി, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ ഒരു നോട്ടം നമ്മളിൽ വീഴുക. അല്ലെ? സൂരദാസ് ഭഗവാനെ സ്തുതിക്കാൻ പോകുമ്പോ ആൾക്കാർ പളിയാക്കും, കണ്ണ് കാണാത്ത പൊട്ടൻ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അപ്പൊ സൂരദാസ് പറയത്രേ, എനിക്കല്ലേ കാണാത്തതുള്ളൂ, ഭഗവാന്റെ ഈ ക്ഷണം എന്റെ മീതെ വീഴില്ലേന്ന്. എത്ര സത്യമാണത്! അതേപോലെ തന്നെ യദ്വന്ദനം, ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വന്ദിച്ചുവോ, യത് ശ്രവണം, ഏതൊരു ഭഗവാന്റെ കഥകളെ കേട്ടുവോ, യത് അർഹണം, ഏതൊരു ഭഗവാനെ 2 പൂക്കളെ കൊണ്ട് പൂജിക്കാൻ സാധിച്ചുവോ, അവന് ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം, അവന്റെ പാപം അപ്പ തീരുമെന്ന്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഈ ദിതി 1 വർഷക്കാലം സ്തുതിച്ചത്. അപ്പൊ ദിതിയുടെ പുത്രന്മാർ നന്നാകാതിരിക്കുമോ? മനസ്സിലെ സങ്കുചിതത്വം നീക്കി വിശാലവും ഋജുവും സുന്ദരവുമാക്കുന്ന ഒന്നാണ് ഭക്തി. അതാണ് നമുക്ക് ഓർത്തേണ്ടത്. മനസ്സിൽ സങ്കുചിത്വം മാറണമെങ്കിൽ ഭക്തി വേണം. അങ്ങനെ ഹൃദയത്തെ സർവബന്ധങ്ങളിൽ നിന്ന് മുക്തമാക്കി കഴിഞ്ഞാൽ ജ്ഞാനമായി. അത് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ജ്ഞാനം നമുക്കുണ്ടാവില്ല, ഭക്തി ഉണ്ടാകാമല്ലോ. ആ ഭക്തി നമുക്ക് വേണം. അങ്ങനെ എന്ത് ചെയ്തു? ദുഷ്ടവിചാരങ്ങളോടുകൂടിയാണ് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയതെങ്കിലും ക്രമേണ ഭക്തി വർദ്ധിച്ചു. അതുകൊണ്ട് അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമായിട്ടാണ് ഈ ദിതിയുടെ വ്രതത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ദ്രനെ കൊല്ലണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പുംസവന അനുഷ്ഠിച്ചതെങ്കിലും 1 കൊല്ലത്തെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും കൂടിയുള്ള വ്രതാനുഷ്ഠാനം കൊണ്ട് ദിതിയുടെ മനസ്സ് ശുദ്ധമായി. നമ്മുടെ നാരായണ ഭട്ടതിരി പറയണ, തത്സേവനേന ദിതിരിന്ദ്രവദോദ്യദാവി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേവേ. അവിടെ പറയണ, ദുഷ്ടാശയേവി ശുഭദൈവ ഭവൻ നിഷേവ. ദുഷ്ടാശയത്തിൽ പോലും ഭവൻ നിഷേവ, ഹേ ഭഗവാനെ അങ്ങയുടെ ശുശ്രൂഷ ശുഭദ, ശുഭമായി പരിണമിച്ചില്ലേ എന്ന്. ഇത്രയും നല്ലതായൊരു വൃത്താന്തം പറഞ്ഞുകൊണ്ടാണ് മരുതുത്പത്തി കഥയെ വർണ്ണിച്ചത്. അപ്പൊ പറയണ 50 ചര്യകളാണ് പുംസവന വ്രതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അനുഷ്ഠിച്ചു. അതിന്റെ ഫലമായിട്ട് 49 പുത്രന്മാരും ഇന്ദ്രനോടുകൂടി ചേർന്ന് 50 പേരെ തന്നെ ലഭിച്ചു. അല്ലെ? അവരൊക്കെ ദേവന്മാരായി. ദിതിക്ക് ഇന്ദ്രനിലുള്ള ശത്രുഭാവം പാടെ മാറി. അതുകൊണ്ട് ഭഗവത് സപര്യ കൊണ്ട്, ഭഗവത് പൂജ കൊണ്ട് മനഃശുദ്ധി കൈവന്നു. ആ വ്രതചര്യ ഒന്ന് വിസ്തരിച്ച് പറയോ? എനിക്കും മനഃശുദ്ധി വന്നോട്ടെ. നമുക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത് പരീക്ഷിത്ത്. നമുക്കും മനഃശുദ്ധി ഉണ്ടാകാൻ ആ വ്രതചര്യ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരാമോ എന്ന് സുഖബ്രഹ്മ ഋഷിയോട് ചോദിക്കുകയാണ്. അപ്പോ പറയാണ്, അപ്പൊ വളരെ ആനന്ദ നിമഗ്നായിക്കൊണ്ട് തന്നെ ശ്രീ സുഖമഹർഷി പറയാണ്, ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ ഈ വ്രതം ആരംഭിക്കണം. 12 മാസമാണ് ഈ വ്രതം. എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന ഒരു വ്രതമാണിത്. ഭർത്താവിന്റെ അനുജ്ഞയോടെ വ്രതാരംഭത്തിന് മുൻപ് തന്നെ ഈ മരുതുത്പത്തി കഥ അല്ലെങ്കിൽ മറ്റു ദേവതമാരുടെ ഉത്പത്തി കഥ വായിച്ചു കേൾപ്പിക്കണം. ബ്രാഹ്മണരുടെ അനുവാദത്തോടു കൂടി വേണം വ്രതം ദീക്ഷിക്കാൻ എന്ന് പറഞ്ഞു കൊടുത്തു. രാവിലെ സാധാരണ പോലെ പല്ല് തേപ്പ്, മുഖമൊക്കെ കഴുകി, സ്നാനം, കുളിയൊക്കെ കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ശ്രീദേവി സഹിത മഹാവിഷ്ണുവിനെ ആരാധിക്കണം. എന്താണ് പറയേണ്ടത്? ഹേ ഭഗവന്, അങ്ങ് പൂർണ്ണനാണ്, അല്ലെ? ലക്ഷ്മീനാഥനാണ്. അതുകൊണ്ട് തന്നെ സർവസമ്പത്തിന്റെയും ഉടമയാണ്. കരുണ, വീര്യം, ശ്രീ, ഐശ്വര്യം, അസംഗത്വം, അങ്ങനെ 6 ഗുണങ്ങളും നികഞ്ഞവനാണ് അങ്ങ്.
അങ്ങക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഈശ്വരനാണ്, അങ്ങ് സമർത്ഥനാണ്. വിഷ്ണു പത്നിയാണ്, ലോകമാതാവുമായ ദേവിക്ക് നമസ്കാരം. മഹാപുരുഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മഹാമായേ എന്നിൽ പ്രസാദിക്കണമേ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയൊക്കെ വിസ്തരിച്ചിട്ട് സമയമുണ്ടെങ്കിൽ വായിക്കാം. എന്നിട്ട് പറയണ, ഐശ്വര്യസമ്പന്നനും പുരുഷോത്തമനും പ്രഭാവമുള്ളവനുമായ ശ്രീപതിയും എല്ലാ പാർഷദന്മാരും സുനന്ദനന്ദാദികളോടുകൂടി സ്ഥിതി ചെയ്യുന്നവനുമായ ഭഗവാനെ, അങ്ങക്ക് ഞാൻ ഈ പൂജാദ്രവ്യങ്ങളെല്ലാം അർപ്പിക്കുന്നു. അല്ലെ? മന്ത്രം കൊണ്ട് ആവാഹനം ചെയ്യണം. മന്ത്രം കൊണ്ട് ആവാഹനം ചെയ്യുക, അർഘ്യപാദാദികൾ ചെയ്യുക, ആചമനം, സ്നാനം, വസ്ത്രം, പൂണൂൽ, ആഭരണങ്ങള്, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, ഇതെല്ലാം ഭക്തിപൂർവം എങ്ങനെ വേണം? ഏകാഗ്ര മനസ്സോടുകൂടി ഭഗവാന് സമർപ്പിക്കണം. എന്നിട്ട് ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതയേ സ്വാഹ എന്ന മന്ത്രം കൊണ്ട് നൈവേദ്യശിഷ്ടത്തെ അഗ്നിയില് 12 പ്രാവശ്യം ഹോമിക്കണം. സർവവരങ്ങളും നൽകുന്നവനും എല്ലാ ശ്രേയസ്സിനും കാരണഭൂതനുമായ ലക്ഷ്മീ നാരായണന്മാരെ നിത്യവും, ഒരു ദിവസം പോരാ, നിത്യവും ഭക്തിയോടെ പൂജിച്ച് ദണ്ഡ നമസ്കാരം ചെയ്യണം. ഒരു ദിവസത്തില് 11 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിച്ചിരിക്കണം. പറയണ, ഭൂലോകത്തില് എല്ലാത്തിന്റെ നിയന്താക്കളും ജഗത്തിന്റെ പരമകാരണവും ആയിട്ടുള്ളത് ഈ ലക്ഷ്മീ നാരായണന്മാരായ നിങ്ങളിരുവരുമാണ്. അങ്ങയുടെ മായാശക്തിയായ ഈ ലക്ഷ്മീ ദേവി തന്നെയാണ് സൂക്ഷ്മ പ്രകൃതി. അങ്ങനെ സൂക്ഷ്മ പ്രകൃതിയായ ആ ദേവിയെ ആർക്കും അതിക്രമിക്കാൻ കഴിയാത്തതായിരിക്കാൻ കാരണം സർവഭൂതേശ്വരനായ അങ്ങാണ്. പരമപുരുഷനായ അങ്ങ് പോലും ആ ശക്തിക്ക് അധീശനാണ്. അധീനനല്ല, അധീശനാണ്. മായാശക്തിക്ക് അധീനമാണ് ഈ ലോകം മുഴുവൻ. പക്ഷെ ആ മായാശക്തിക്ക് അധീശനാണ് അങ്ങ്. അങ്ങ് സർവജ്ഞൻ എന്ന് അറിയപ്പെടുമെങ്കിൽ അങ്ങയുടെ സ്വരൂപിണിയാണ് ലക്ഷ്മി ദേവി. അങ്ങ് ക്രിയാഫലത്തിന്റെ ഭോക്താവാണെങ്കിൽ ദേവിയായിട്ടുള്ള ക്രിയാസ്വരൂപിണി തന്നെയാണ്. സത്വാദി ഗുണങ്ങള്, അതിന്റെ സാമ്യാവസ്ഥ ദേവിയാണ്. അതുപോലെ തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്ന കാലമായിട്ട് വരുന്നതും ഗുണകാര്യങ്ങളെ അനുഭവിക്കുന്നതായ വിരാട് പുരുഷനായി വർത്തിക്കുന്നതും സാക്ഷാൽ അങ്ങു തന്നെയാണ്. എല്ലാ ശരീരങ്ങളിലും, അതാണ് പ്രത്യേകത, അന്തര്യാമിയായി വർത്തിക്കുന്ന ആത്മാവും ഭഗവാൻ തന്നെയാണ്. ശരീരം, ഇന്ദ്രിയങ്ങള്, മനസ്സ് എന്നിവയായിരിക്കുന്നത് ഭഗവതിയുമാണ്. അങ്ങ് അവയുടെ ആശ്രവവും പ്രകാശങ്ങളാണ്, സ്വരാടാണ്. അതേ സമയത്ത് അഭിജ്ഞ എന്ന് പറഞ്ഞു, എല്ലാവരിലും പ്രകാശിപ്പിക്കുന്ന സ്വരൂപവും അങ്ങാണ്. കണ്ണിന് കണ്ണായി, കാതിന് കാതായി പ്രവർത്തിക്കുന്ന സ്വരൂപം അങ്ങയാണ്. ഹേ ഉത്തമ ശ്ലോകനായ ഭഗവാനെ, അങ്ങ് 3 ലോകത്തിന് മുഴുവൻ സർവ ഐശ്വര്യവും നൽകുന്ന സർവാഭീഷ്ട ബലദാതാവാണ്. അങ്ങനെ സർവേശ്വരന്മാരായ നിങ്ങൾ ഇരുവരും എല്ലാ ആഗ്രഹങ്ങളും സത്യമാക്കി തരേണമേ. ഇതാണ് പ്രാർത്ഥന. എന്നിട്ട് പിന്നീട് എന്ത് വേണം? നൈവേദ്യാദികളൊക്കെ നൽകിയിട്ട് ആചമനം ചെയ്ത് ആരാധിക്കണം. ആരാധിച്ച ശേഷം ഭക്തിയോടെ പൂജിക്കണം. ഭർത്താവിനെ വിഷ്ണു സങ്കല്പത്തിൽ പൂജിക്കുകയും വേണം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 1 വർഷം നീണ്ട പൂജയല്ലേ? ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കാണ് ചെയ്യാൻ സാധിക്കുക എങ്കിൽ ദമ്പതിമാരില് ആര് ചെയ്താലും 2 പേർക്കും സദ്ഫലം അനുഭവിക്കാൻ സാധിക്കും. പത്നിക്ക് അനുഷ്ഠിക്കാൻ കഴിയാതെ വന്നാൽ ഏകാഗ്ര ചിത്തനായിട്ട് പതിക്ക് ഇത് അനുഷ്ഠിക്കാം. ഇത്രയുമാണ് പുംസവന വ്രതത്തിന്റെ നിയമം. എന്നിട്ട് പറയണ, വിഷ്ണുവിന്റെ ഈ വ്രതം വിഘ്നം കൂടാതെ അനുഷ്ഠിക്കുകയും മാല, ചന്ദനം, പൂജാദ്രവ്യങ്ങള്, അലങ്കാരങ്ങള് ഇത്യാദികളെ കൊണ്ട് തന്നെ വിശേഷപ്പെട്ടതായ വസ്ത്രാഭരണാദികള് ഇവയെല്ലാം കൊടുത്ത് ബ്രാഹ്മണരെ പൂജിക്കണം. ഒപ്പം തന്നെ ലക്ഷ്മീ സ്വരൂപികളായ സുമംഗലികളെയും പൂജിക്കണം. പോരാ, ഭഗവാനെയും നിത്യം പ്രതി ഭക്തിപൂർവം ആദരിക്കുകയും വേണം. അതിനുശേഷം
സ്വസ്ഥാനത്തിൽ ദേവനെ ഉദ്വസിച്ച് മുൻപ് സമർപ്പിച്ച നൈവേദ്യങ്ങളുണ്ടല്ലോ, ആ നൈവേദ്യാദികളെ മനസ്സന്തോഷ ശുദ്ധിക്കും അഭീഷ്ട സിദ്ധിക്കും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സേവിക്കണം. ശേഷം ആ പ്രസാദത്തെ മറ്റുള്ളവർക്കൊക്കെ വിതരണം ചെയ്യുകയും ആവാം. പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ 12 മാസം മുഴുവൻ പൂജാവിധി പ്രകാരം ഭഗവാനെ ആരാധിച്ച്, ധനുമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ തൊട്ട് തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് വൃശ്ചിക മാസത്തിലെ അവസാന ദിവസം ഉപവാസം ഇരിക്കണം. ഉപവാസം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വ്രതം എന്ന് മാത്രമല്ല, ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നാണ്. ഭഗവാന്റെ അടുത്ത് എത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ 11 എണ്ണമാണ് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളായ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സൊന്ന്. ഈ 11നെയും ഭഗവാനിൽ സമർപ്പിക്കുക, ഉപാവസിക്കുക, അടുത്ത് ചെന്ന് വർത്തിക്കുക. അങ്ങനെ ചെയ്യണം. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഭർത്താവ് സ്നാനം ചെയ്ത് നെയ്യ് കൊണ്ട് ഉപസ്തരിച്ചതായ പാൽപ്പായസം കൊണ്ട് സ്ഥാലീപാക വിധി അനുസരിച്ച് 12 പ്രാവശ്യം അഗ്നിയിൽ ആഹുതി ചെയ്യണം. അതിന് അധികാരി ഭർത്താവാണ്. അതിന് ഭാര്യയ്ക്ക് ചെയ്യാൻ അവകാശമില്ല. ദാനമാനാദികളിൽ സന്തുഷ്ടരായ ബ്രാഹ്മണര് ഇഷ്ടം പോലെ ആശീർവാദങ്ങളെ നൽകും. അതിനെ സ്വീകരിച്ച് അവരുടെ അനുജ്ഞയോടുകൂടി മാത്രം ഭോജനം ചെയ്യണം. അതിനുശേഷം ബാക്കിയുള്ള ബന്ധുമിത്രാദികളോടുകൂടി മൗനമായി നിന്നുകൊണ്ട് ആചാര്യന്റെ മുൻപിൽ ആചാര്യനെ മുൻനിർത്തിക്കൊണ്ട് സത്പുത്ര ലാഭമുണ്ടാകണമെന്നും സൗഭാഗ്യകരമായി തീരണമെന്നും വിചാരിച്ചുകൊണ്ട് ഹോമശേഷത്തെ ഭർത്താവ് പത്നിക്ക് നൽകണം. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു വ്രതം. ഇത് ചെയ്താൽ എന്താ ഫലം? അതും പറയാണ് ഭാഗവതത്തിൽ. പുരുഷൻ അനുഷ്ഠിച്ചാൽ സർവാഭീഷ്ടങ്ങളും ലഭിക്കും. സ്ത്രീകൾ അനുഷ്ഠിച്ചാലോ ദീർഘായുസ്, സർവൈശ്വര്യം, സത്സന്തതി, ദീർഘമാംഗല്യം, കീർത്തി, നല്ല വീട്, ഇതെല്ലാം ലഭിക്കും. കന്യകയാണ് ഇത് അനുഷ്ഠിക്കുന്നത് എങ്കിൽ സർവഗുണ സമ്പന്നനായ ഒരു വരനെ പ്രാപിക്കും. വിധവയാണ് ഇത് അനുഷ്ഠിക്കുന്നത് എങ്കിൽ പരമഗതിയെ, അപുനർഭവം, വീണ്ടും ഒരു ജന്മമില്ലാത്ത പരമഗതിയെ പ്രാപിക്കും. പുത്രമരണം കൊണ്ട് സന്തപ്തിക്കുന്നതായ ഒരു മാതാവാണ് ഇത് അനുഷ്ഠിക്കുന്നത് എങ്കിൽ ദീർഘായുസ്സുള്ള ഒരു പുത്രനെ അവൾക്ക് കിട്ടും. ഭാഗ്യമേ ഇല്ലാതെ നിർഭാഗ്യവതിയാണെന്ന് സ്വയം തോന്നുന്നവൾ ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭാഗ്യവതിയായി തീരും. വിരൂപയായിട്ടുള്ള ഒരു ഈ പുംസവനവ്രതം അനുഷ്ഠിച്ചാൽ സുന്ദരിയായി തീരും. രോഗം ബാധിച്ചവരാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിൽ അരോഗദൃഢഗാത്രരായി മാറും. ഇതിനെക്കൊണ്ട് ദേവതമാർ സന്തോഷിക്കും, പിതൃക്കൾ സന്തോഷിക്കും, അഗ്നിയും സന്തോഷിക്കും, ലക്ഷ്മി നാരായണ ദമ്പതികളും സന്തോഷിച്ച് സർവാഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് ഈ പുംസവന വ്രതത്തിന്റെ മാഹാത്മ്യം. ആ വ്രതത്തിന് എന്തൊരു മാഹാത്മ്യമുണ്ടെന്ന് നോക്കൂ. ഈ വ്രതമാണ് അനുഷ്ഠിക്കാൻ കശ്യപ പ്രജാപതി ദിതിയോട് പറഞ്ഞത്. അതുകൊണ്ട് ദിതിക്ക് എന്തുണ്ടായി? ദുഷ്ടബുദ്ധിയോടെ ചെയ്യപ്പുറപ്പെട്ടതായ ദിതിയുടെ മനസ്സ് പരിശുദ്ധമായി തീർന്നു എന്ന് മാത്രമല്ല, ഒരു പുത്രനെ കാക്ഷിച്ച അവൾക്ക് 49 പുത്രന്മാര് മരണമില്ലാത്ത അമൃതത്വം ഭാവിച്ച ദേവന്മാരായി ലഭിച്ചു. ഇത്രയും അനുഗ്രഹാശിസ്സുകൾ ഈ ഒരു പുംസവന വ്രതത്തിനുണ്ട് എങ്കിൽ അതെന്തിന് നമുക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാൽ നമുക്കും ഇതെല്ലാം അനുഷ്ഠിക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നമുക്ക് എല്ലാ തരത്തിലും ശുഭസൗകര്യമായൊരു ജീവിതം നേടാൻ കഴിയും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം ഈ ഷഷ്ഠസ്കന്ധത്തിനെ ഒന്ന് നിരൂപിച്ചുകൊണ്ടൊരു ശ്ലോകം വായിക്കാം. എന്നിട്ട് ജനറലി ഒന്നൊരു അർത്ഥം പറയാം കേട്ടാ. അഗ്നിരൂപോ യദോ ഭർത്ത കശ്യപഃ സകലം നിജം രേത ഏകോ ന 50 പ്രകരം വ്യസൃജത് ബുധഃ പ്രസാദശ്ച ദ്വയം ച വിമിശ്രിതം ശ്രീശുകൃഷ്ണ സപ്തമൂർത്തി സപ്തദാ സപ്തസപ്തധ പ്രസന്നത്വാദ് ബഹ്വപത്യം
ക്രോധോന്നോ വാഞ്ചിതസ്ഥിതി ഉഭയാത് മാനസൻ കിഞ്ചിത് ന്യൂനം ഏകാധികത്വദഃ വദസ്യാഭിനിവേശസ്തു സേവയാ പ്രായശോ ഗതഃ പുഷ്ടിരൂപാതു യാ സൃഷ്ടിഃ സാധരണ്യാവശേഷഭാഗ് സാ നിരുക്താദതോന്യത്ര ന സൃഷ്ടിഃ പുഷ്ടി സംശ്രിത വ്രതിനഃ പൂജനം മുഖ്യം ഇത്യന്തേ വ്രതസംഗത സർവലീലാഃ പുഷ്ടിമധ്യേ പ്രവിശന്തിതി മേ മതിഃ അധഃ സൃഷ്ടിസ്തു നിഖില കൃഷ്ണാർത്ഥേതി വിനിശ്ചയഃ തസ്മാത് സിദ്ധ്യന്തി കാര്യാണി ഭക്ത്യാവാശ്രയണാത് ഹരേഹേ. പറയാണ്, അഗ്നിരൂപനായിട്ടുള്ള, അഗ്നിയെ പോലെ പ്രകാശിക്കുന്ന തേജസ്വിയായ ഭർത്താവായ കശ്യപ പ്രജാപതി നിജം രേതഃ, തന്റെ രേതസ്സിനെ 51 പ്രകരം വ്യസൃജദ്ബുധഃ 49 എണ്ണമാക്കി. അതില് സന്തോഷത്തോടെ കൊടുത്തു അപ്രസാദശ്ച, അല്ലെ? പ്രസാദ അപ്രസാദശ്ച എന്ന് പറഞ്ഞത്. എന്നിട്ട് ദ്വയം ചാപി വിമിശ്രിതം, രണ്ടും കലർന്നാണ്. എന്താണ്? ഇങ്ങനെ ഒരു വരം ചോദിച്ചുവല്ലോ എന്നുള്ള സങ്കടം, എന്നാലോ മരണമില്ലാത്ത പുത്രന്മാരെ വരിച്ചു എന്നുള്ള സന്തോഷം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സപ്തമൂർത്തി 7 മാറി. അതിനെ സപ്തദാഗത, അത് 7 7 വരിക്കി. പ്രസന്നത്വാത്, ഭഗവാൻ അങ്ങോട്ട് പ്രസാദിച്ചപ്പോഴോ ബഹ്വഭത്വം, അല്ലെ? ഒരു പുത്രനെ ആഗ്രഹിച്ചവൾക്ക് ധാരാളം പുത്രന്മാരുണ്ടായി. മാത്രമാണോ ആരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് അവൾ ചെയ്തുവോ ക്രോധാന്നോ വാഞ്ചിത സ്ഥിതി, ആ ക്രോധമൊക്കെ മാറി മനസ്സ് പരിശുദ്ധമായി കൽമഷമില്ലാത്തതായി തീർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഉഭയാത് മാനസം കിഞ്ചിത് ന്യൂനം ഏകാധികത്വത. 2 കാരണം. ഭഗവാനെ സ്തുതിച്ചത് കൊണ്ട് മനസ്സ് ശുദ്ധമായി, ആ ന്യൂനത്വം കുറഞ്ഞുപോയി. വധസ്യ അഭിനിവേശസ്തു, വധം വേണം എന്നുള്ള അഭിനിവേശത്തിൽ പുറപ്പെട്ട് സേവയാ പ്രായശോ ഗതഃ, ആ ഭഗവത് സേവ കൊണ്ട് മനസ്സിൽ നിന്നും ആ വധാഭിനിവേശം കുറഞ്ഞു. ഇതിനെക്കാട്ടും നന്നാവാൻ വേറെ എന്ത് വേണം, അല്ലെ? ആ ഭഗവത് നാമ ഉച്ചാരണം കൊണ്ട് മനസ്സ് ശുദ്ധമാകുക എന്നുള്ളതിന് തെളിവ്. എന്നിട്ട് പറയണേ, ഇതില് പോഷണമാണല്ലോ ലക്ഷണം. പുഷ്ടിരൂപാതുയാ സൃഷ്ടി, സൃഷ്ടിച്ചതൊക്കെ പുഷ്ടിയാവണം, അതാണല്ലോ നമ്മുടെ മോഹം. സാധാരണ്യാവിശേഷഭാഗ്, അവിശേഷമായിട്ട് തന്നെ അവയെല്ലാം നേടണം. സാ നിരുക്ത, അതാണ് ഈ ഷഷ്ഠസ്കന്ധത്തിൽ തന്നെ നിരൂപിക്കപ്പെട്ടത്. എന്താണ്? ന സൃഷ്ടി, വേറൊരിടത്തും ന സൃഷ്ടി പുഷ്ടി സംശ്രിത, പോഷണം എന്ന് പേര് വരാൻ കാരണം അതാണെന്ന്. മറ്റൊരിടത്തും സൃഷ്ടിയെ പുഷ്ടിയായിട്ട് കാണിച്ചില്ല, ഇതിലാണ് സൃഷ്ടിയെ പുഷ്ടിയാക്കിയത്. ഒന്നായിട്ട് വന്നത് 49 മാറി പുഷ്ടി, അല്ലെ? ആരെത്ര ദുഷ്ടനായിരുന്നാലും അവനെ പോഷണം അനുഗ്രഹ എന്നൊരർത്ഥത്തില് അനുഗ്രഹിച്ചു. വൃത്രാസുരനെയും വശ്വരൂപനെയും വധിച്ചു, അവരെ കൊല്ലണമെന്നുള്ളതായ ഇന്ദ്രന്റെ ദുർബുദ്ധിയെ മാറ്റി അവനെയും നന്നാക്കി രക്ഷപ്പെടുത്തി. അതാണ് കാര്യം. എന്നിട്ട് പറയണം, ഇതൊക്കെ കഴിഞ്ഞാലും വ്രതിനഃ പൂജനം മുഖ്യം, ഇതൊക്കെയാണെങ്കിലും ഭഗവത് പൂജയാണ് പ്രധാനം എന്ന് പറയാൻ വേണ്ടി അന്തേ വ്രതസംഗത, അവസാനം ഒരു വ്രതത്തിന്റെ കഥയും പറഞ്ഞു തന്നു നമുക്ക്. സർവലീലാഹ, ഭഗവാന്റെ എല്ലാ ലീലകളും പുഷ്ടിമധ്യേ പ്രവിശന്തി മേ മതിഃ, ഈ പുഷ്ടിയുടെ മധ്യത്തിലാണ് പ്രവേശിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഷഷ്ഠസ്കന്ധം ഭഗവാന്റെ ഹൃദയം തന്നെ എന്ന്. ഹൃദയത്തിലാണല്ലോ അത് പ്രവേശിക്കേണ്ടത്. പുഷ്ടിമധ്യേ പ്രവിശന്തി മേ മതിഃ അധഃ സൃഷ്ടിസ്തു നിഖില, ഈ സൃഷ്ടി മുഴുവൻ എന്തിനു വേണ്ടി നടക്കുന്നതാണ്? കൃഷ്ണാർത്ഥേരി വിനിശ്ചിത, കൃഷ്ണന് വേണ്ടി തന്നെയാണ്, ഭഗവാന് വേണ്ടി തന്നെയാണ് ഈ സൃഷ്ടികൾ എന്ന് തീരുമാനിക്കപ്പെട്ടു. തസ്മാത്, അതുകൊണ്ട് എന്തു ഗുണം? സിദ്ധ്യന്തി കാര്യാണി, കാര്യങ്ങൾ സിദ്ധിക്കുന്നു. എന്തിനെ കൊണ്ട് കാര്യം സിദ്ധിക്കുന്നു? ഭക്ത്യാശ്രയണാത് ഗുരു, ഭക്തിയെ ആശ്രയിക്കുന്നത് കൊണ്ട്. ഹരേഹേ ഭക്തിയാശ്രയണാത്, ഹരിയിലുള്ള ഭക്തിയെ ആശ്രയിച്ചാല് കാര്യാണി സർവാണി സിദ്ധ്യന്തി ഇതി മേ മതിഃ, എല്ലാ കാര്യങ്ങളും ഭംഗി പോലെ നടക്കും എന്നു തന്നെയാണ് എനിക്ക് ഉറപ്പ് എന്ന് പറഞ്ഞ് ആ ഷഷ്ഠസ്കന്ധത്തെ നിരൂപിച്ചിരിക്കുകയാണ് ആചാര്യന്മാര്.
അതേ ഷഷ്ഠസ്കന്ധം എന്തുകൊണ്ട് പോഷണം എന്ന പേരിൽ അറിയപ്പെട്ടു? എന്തുകൊണ്ട് ആ ദിതിയുടെ മനസ്സ് പരിശുദ്ധമായി ഭക്തിയാശ്രയണം കൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക എന്നും അവസാനം ഒരു വ്രതം പറഞ്ഞ് കാര്യസിദ്ധീകരിക്കണമെങ്കിൽ വ്രതോപാസനയും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു കാര്യത്തിലാണ് ആ പോഷണം എന്നുള്ളതായ ലീലയെ തന്നെ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 6-ാം സ്കന്ധം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ചെറിയ ഭാഗമാണ് പറയാൻ കിട്ടിയത്. എങ്കിലും ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ എത്ര ദുർബുദ്ധിയും നന്നാകും. നമ്മുടെ ഇന്നത്തെ ലോകത്തിന് ആവശ്യം ഇതാണ്. ഇവിടെ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞ മഹായജ്ഞം നടന്നു. കുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്നു. ആ സ്വാമിജി ചെയ്തതായ മഹത് കാര്യം, ആ കുട്ടികളില് സദ്വാസന ഉണർന്നാൽ ഇന്ന് നമ്മൾ മീഡിയയിൽ കാണുന്നതായ ദുർവൃത്തങ്ങൾ ഇനിയെങ്കിലും നമുക്ക് കേൾക്കാനിടവരാതിരിക്കട്ടെ എന്ന് സർവേശ്വരനായ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവരുടെ മനസ്സ് ശുദ്ധമാകട്ടെ. ശുദ്ധമായ മനസ്സിൽ പരദ്രോഹം, പരവഞ്ചനം, ക്രൂര സ്വഭാവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. വരും തലമുറ ഇങ്ങനെയുള്ള ചിലതായ മഹാന്മാരുടെ സമ്പർക്കം കൊണ്ട് ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് വീണ്ടും 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 പറയാൻ ഈ പുഷ്ടി എന്നുള്ള പോഷണം എന്നുള്ള ഭാഗം എനിക്ക് തന്നതുകൊണ്ട് ഈ സന്ദർഭം ഞാൻ അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ്. ഈ ഭഗവത് കഥയെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ആ ശ്രേഷ്ഠമായ ഉമാനന്ദജി മഹാരാജന്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സശ്രദ്ധയം എന്താണ് സത്സംഗം ഉണ്ടായിട്ടെങ്കിലും നല്ല കഥകൾ കേട്ടുകൊണ്ട് തത്വവിചാരം ചെയ്തുകൊണ്ടും നല്ലതായൊരു ഭാഗം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രകരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പൊറുത്ത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനേ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.